എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എൻഎസ് അക്കാഡമി. സോ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ അതായത് വെൽഡറുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന ഗ്യാസ് വെൽഡിംഗ് പഠിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് കട്ടിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ്. ഈ പറയുന്ന ഓക്സി അസെറ്റിലിൻ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ടൂൾസുകളാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിംസിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്. നമ്മളിപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഫ്ലെയിമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്കുകൾ ഇത്തരത്തിലുള്ള ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്കുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഒരു പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണ്. അതെങ്ങനെയാണ് ഈ പറയുന്ന നമ്മളുടെ രണ്ട് പാർട്ടുകൾ, ഫോർ എക്സാമ്പിൾ 2 മെറ്റൽ പീസുകൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റൽ പീസ് നമുക്ക് എന്താണ് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ജോയിനിങ് മെത്തേഡുകൾ പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ഉണ്ട്, ടെമ്പററി ആയിട്ടുള്ള ജോയിനിങ് മെത്തേഡുകളുണ്ട്, സെമി പെർമനന്റ് അല്ലെങ്കിൽ സെമി പെർമനന്റ് ആയിട്ടുള്ള ജോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ജോയിനിങ് മെത്തേഡുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ജോയിനിങ് മെത്തേഡുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഒരു നട്ട് ബോൾട്ട് വെച്ച് നമ്മൾ 2 പ്ലേറ്റുകൾ അല്ലെ, ഇത്തരത്തിൽ 2 പ്ലേറ്റുകൾ ഉണ്ട്. ആ 2 പ്ലേറ്റുകൾ നമ്മൾ എന്താണ് ഇത്തരത്തിൽ ഹോൾ ഡ്രിൽ ചെയ്തുകൊണ്ട് നട്ട് ബോൾട്ടുകൾ കൊണ്ട് നമ്മൾ എന്താണ് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെമ്പററി ജോയിനിങ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, എന്നാൽ അതല്ല നമുക്ക് ഇത്തരത്തിലുള്ള ഫോർ എക്സാമ്പിൾ നമ്മൾ സോൾഡറിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാന്നിരിക്കട്ടെ. അപ്പൊ അത്തരത്തിൽ അത് സെമി പെർമനന്റ് ആയിട്ടുള്ള മെത്തേഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. എന്നാൽ പെർമനന്റ് ജോയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് രണ്ട് പീസായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ജോയിനിങ് മെത്തേഡുകളെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുന്നുണ്ടാവുക, പെർമനന്റ് ജോയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെഫിനിഷനിലേക്ക് തന്നെ വരുമ്പോൾ ഇത്തരത്തിൽ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ്, പ്രോസസ് ഓഫ് പെർമനന്റ് ജോയിനിങ് അല്ലെ. പെർമനന്റ് ആയിട്ട് നമ്മൾ ജോയിനിങ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ടു സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ് ബൈ ദ ആക്ഷൻ ഓഫ് ഹീറ്റ് ഓർ പ്രഷർ. ഇത്തരത്തിൽ എന്താണ് അപ്ലൈ ചെയ്യുന്നുണ്ടാകും, എന്താണ് ഇത്തരത്തിൽ സിമിലർ അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽ അല്ലെ, 2 പീസ്. ഫോർ എക്സാമ്പിൾ ഒരു ഒന്നാമത്തെ പ്ലേറ്റ് ആണെന്നിരിക്കട്ടെ, ഒന്നാമത്തെ പ്ലേറ്റ് എ എന്ന് കൺസിഡർ ചെയ്യുക, രണ്ടാമത്തെ പ്ലേറ്റ് ബി എന്ന് കൺസിഡർ ചെയ്യുക. രണ്ട് മെറ്റീരിയൽ ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽ ആവാം, 2 ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആവാം. സിമിലർ അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസിനെ ജോയിനിങ് ചെയ്യുന്ന ഒരു പെർമനന്റ് ആയിട്ട് ഒരു ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ വെൽഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പെർമനന്റ് ജോയിനിങ്. എങ്ങനെയാണ്, ടു ഡിസിമിലർ ഓർ സിമിലർ മെറ്റൽസ് ബൈ ദ ആക്ഷൻ ഓഫ് ഹീറ്റ് ഓർ പ്രഷർ അല്ലെ. ഇത്തരത്തിൽ ഒന്നെങ്കിൽ ഹീറ്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രഷർ കൊടുത്തുകൊണ്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ അതിനെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. വെൽഡിംഗ് ഇസ് എ പ്രോസസ് ഓഫ് പെർമനന്റ് ജോയിനിങ് ടു സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ് അല്ലെ. സിമിലറും ആകാം ഡിസിമിലറും ആകാം. അപ്പൊ അത്തരത്തിൽ സിമിലർ മെറ്റൽസും നമുക്ക് 2 പ്ലേറ്റുകളും ഒരേ മെറ്റീരിയൽ ആവാം, ആ 2 പ്ലേറ്റുകളും 2 ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് അല്ലെ. ഇത്തരത്തിൽ സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ് ബൈ ദ ആക്ഷൻ ഓഫ് ഹീറ്റ് ഓർ പ്രഷർ അല്ലെ. ഹീറ്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രഷർ കൊടുത്തുകൊണ്ടോ ഒക്കെ നമ്മൾ ഇത്തരത്തിൽ ആ ഒരു പർട്ടിക്കുലർ മെറ്റൽസ് ജോയിൻ ചെയ്യുന്ന ഒരു പെർമനന്റ് ജോയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ അതാണ് ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ, വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പെർമനന്റ് ജോയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ആ പർട്ടിക്കുലർ വെൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു വെൽഡ് നമുക്ക് വെൽഡഡ് ജോയിന്റ് നമുക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ അല്ലെ, ഇത്തരത്തിൽ പൊട്ടിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അതിനെ രണ്ട് പാർട്ടായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ. എന്നാൽ നട്ട് ബോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു ഫാസ്റ്റനിങ് മെത്തേഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്അസംബിൾ ചെയ്യാൻ സാധിക്കും, വീണ്ടും അസംബിൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ടെമ്പററി ആയിട്ടുള്ള ജോയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ വെൽഡിംഗ് എന്ന് പറയുന്നത് പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അത് സിമിലർ ആയിക്കോട്ടെ ഡിസിമിലർ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള മെറ്റൽസിനെ നമുക്ക് ബൈ ദ ആക്ഷൻ ഓഫ് ഹീറ്റ് ഓർ പ്രഷർ അല്ലെ, ഹീറ്റ് കൊടുത്തുകൊണ്ടോ പ്രഷർ കൊടുത്തുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാകും അല്ലെ. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വെൽഡിംഗ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടുന്നത് ഹീറ്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അത്തരത്തിൽ ജോയിനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്തരത്തിൽ നമുക്ക് പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് വെൽഡിംഗ് മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ഹീറ്റ് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പലതരത്തിലുള്ള
വെൽഡിംഗ് മെത്തേഡ്സുകൾ അല്ലെ അവൈലബിൾ ആണ്. സോ അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട നമ്മളുടെ ഒരു മൊഡ്യൂൾ 3 നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഗ്യാസ് വെൽഡിംഗ് ആണ്. എന്നാൽ മറ്റു മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ആർക്ക് വെൽഡിംഗ് അല്ലെ, അവിടെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടി നമ്മൾ ആർക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് അത്തരത്തിൽ നോക്കുമ്പോൾ അവിടെ ആർക്ക് വെൽഡിംഗ്. മറ്റൊരു എക്സാമ്പിൾ ആണ് റെസിസ്റ്റൻസ് വെൽഡിംഗ്. റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെ, റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ഹീറ്റ് കാരണം അവിടെ എന്തുണ്ടാവും, ജോയിനിങ് പ്രോസസ് ചെയ്യുന്നുണ്ടാകും. ഇവിടെ നമ്മൾ ചൂട് കൊടുക്കുന്നത്, ടെമ്പറേച്ചർ കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവിടെ ഗ്യാസ് വെൽഡിംഗ് അല്ലെ, ഇത്തരത്തിൽ ഗ്യാസ് കത്തിച്ചുകൊണ്ട് അല്ലെ, അവിടെ ഫ്യൂവൽ ആയിട്ടുള്ള ഗ്യാസുകൾ ഉണ്ടാകും. ആ ഫ്യൂവൽ ഗ്യാസ് ഇഗ്നൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഇവിടെ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹീറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ജോയിന്റ് ഫ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ഇത്തരത്തിൽ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് എത്തിച്ചതിന് ശേഷം അത് ഫ്യൂസ് ചെയ്ത് മോൾട്ടൺ, അതായത് ഫ്യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ജോയിന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അലോ ടു കൂൾ അല്ലെ, അത് തണുക്കാൻ അനുവദിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു, നമുക്ക് അവിടെ ഒരു വെൽഡഡ് ജോയിന്റ് കിട്ടും. ഇതാണ് ബേസിക് കോൺസെപ്റ്റ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ ഗ്യാസ് വെൽഡിംഗ് ആണ് നമ്മൾ ഈ പറയുന്ന മൊഡ്യൂൾ 3 നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്തരത്തിൽ ഗ്യാസ് വെൽഡിങ്ങിനകത്ത് തന്നെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഓക്സി അസെറ്റിൻ വെൽഡിംഗ് എന്ന് പറയുന്നതാണ്. എന്താണ് ഓക്സി അസെറ്റിൻ വെൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഗ്യാസ് വെൽഡിംഗ് ആണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പല ടൈപ്പ് ഗ്യാസസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഓക്സിജനും ഉണ്ടാവും, അസെറ്റിനും ഉണ്ടാവും. അതാണ് ഈ ഓക്സി അസെറ്റിൻ. അപ്പോൾ ഓക്സിജനും ഉണ്ടാകും, അസെറ്റിനും ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിൽ ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസിന്റെ പ്രത്യേകത എന്താ, നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലെ. ഇത്തരത്തിൽ കത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ അസെറ്റിലിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, C2H2 എന്ന് പറയുന്ന അസെറ്റിലിൻ എന്തായിരിക്കും, നമുക്കറിയാം അതൊരു ഫ്യൂവൽ ഗ്യാസ് ആണ് അല്ലെ. അതായത് ഫ്യൂവൽ ഗ്യാസ് ആണ്, കത്തുന്ന വാതകം നമുക്ക് പറയാം, ഫ്യൂവൽ ഗ്യാസ് ആണ് അസെറ്റിലിൻ എന്ന് പറയുന്നത്. കത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ആണ് കൂടെ ഉള്ളത്, അതുകൊണ്ടാണ് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഫ്യൂവൽ കത്തുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഫ്യൂവൽ ഗ്യാസ് കത്തുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഫ്ലെയിം ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. ആ ഫ്ലെയിമിലുള്ള ഹീറ്റ് ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു പർട്ടിക്കുലർ ജോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എന്താണ്, നമുക്ക് ആ ഒരു ഗ്യാസ്, ഇപ്പൊ 2 ഗ്യാസുകളുണ്ട്, ഒന്ന് ഓക്സിജൻ ഉണ്ട്, 2 എന്താണ് അസെറ്റിലിൻ ഉണ്ട് അല്ലെ. ഈ 2 വാതകങ്ങളും എന്താണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇത്തരത്തിൽ ഓക്സിജൻ സിലിണ്ടർ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഓക്സിജൻ സിലിണ്ടർ. അതുപോലെ തന്നെ അസെറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അസെറ്റിലിൻ സ്റ്റോർ ചെയ്തിട്ടുള്ള അസെറ്റിലിൻ സിലിണ്ടറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഓക്സിജനും അസെറ്റിലിനും പ്രത്യേകം സിലിണ്ടറുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് ആ പറയുന്ന വാതകങ്ങൾ നമ്മൾ പ്രഷറൈസ്ഡ് ചെയ്തിരിക്കുന്ന അതിനകത്ത് വെച്ചിട്ടുണ്ടാവുക. ആ സിലിണ്ടറിനുള്ളിൽ പ്രഷറൈസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് is a method of joining metals by heating them into a melting point using a mixture of oxygen and acetylene. ഇത്തരത്തിൽ ഓക്സിജനും അസെറ്റിലിന്റെ ഒരു മിക്സർ അല്ല, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് നമ്മൾ ആ ഒരു ഗ്യാസിനെ എത്തിച്ചതിന് ശേഷം ഇഗ്നൈറ്റ് ചെയ്യുന്നു. ഇഗ്നൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അത് കത്തും. ആ കത്തുന്നതിന്റെ ഫലമായിട്ടുള്ള ആ ഒരു ഫ്ലെയിം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ ഹീറ്റിംഗ് പോസിബിൾ ആക്കുന്നുണ്ടാവും അല്ലെ, അവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് ബേസിക്കലി എന്ത് ഓക്സി അസെറ്റിൻ വെൽഡിങ്ങിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിച്ച് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഓക്സി അസെറ്റിൻ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഓക്സിജനും അസെറ്റിലിനും അല്ലെ, ഓക്സിജൻ എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ഗ്യാസ് ആണ്, കത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഓക്സിജൻ. അസെറ്റിലിൻ എന്ന് പറഞ്ഞ ഫ്യൂൽ ഗ്യാസ് ആണ്. സോ ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു റേഷ്യോ, ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കട്ടെ. ആ മിക്സ് ചെയ്തിട്ടുള്ള ഗ്യാസ് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നാൽ നമ്മൾ ഇഗ്നേറ്റ് ചെയ്യുന്നു. ഇഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഇത്തരത്തിലുള്ള ഫ്ലെയിമുകൾ ഉണ്ടാവും അല്ലെ. ആ ഫ്ലെയിംസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വർക്ക് പീസ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നോക്കി 2 സിലിണ്ടറുകളുണ്ട്. 2 സിലിണ്ടറുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആയിരിക്കും, ഓക്സിജനും ഉണ്ടാകും, അസെറ്റിലിനും ഉണ്ടാകും. അപ്പൊ ഇവിടെ ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടല്ലോ, ബ്ലാക്ക് കളറിൽ കാണുന്ന ആ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത് ഏതായിരിക്കും ബ്ലാക്ക് കളറിൽ കാണുന്ന സിലിണ്ടർ ഏതായിരിക്കും, നോക്കി ഒന്ന് ഓർത്ത് നോക്കി. ബ്ലാക്ക് കളറിൽ കാണുന്ന സിലിണ്ടർ ഏതായിരിക്കും, ഓക്സിജൻ സിലിണ്ടർ ആണോ അസെറ്റിലിൻ സിലിണ്ടർ ആണോ? ഓക്സിജൻ അല്ലെ, സംശയമൊന്നും വേണ്ട, ഇത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഇത് മനസ്സിലാക്കുക, അത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഓക്സിജൻ സിലിണ്ടർ ആണ് ഇത്തരത്തിൽ ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടാവുക. അല്ലെങ്കിൽ മെറൂൺ അല്ലെങ്കിൽ റെഡ് കളറിൽ കാണുന്ന ഏതായിരിക്കും, അത് അസെറ്റിലായിരിക്കും അല്ലെ. അസെറ്റിലായിരിക്കും. നമുക്ക് C2H2 എന്ന് പറഞ്ഞ അസെറ്റിന്റെ കെമിക്കൽ ഫോർമുലയാണ്, കെമിക്കൽ നെയിം ആണ്, ഓർത്തിരുന്നാൽ മതി, C2H2.
അപ്പോൾ ഇത്തരത്തിൽ അസറ്റിലിൻ എന്ന് പറയുന്നത് മെറൂൺ അല്ലെങ്കിൽ റെഡ് എന്താണ് സിലിണ്ടറിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നമ്മളൊരു സെന്ററിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ 2 സിലിണ്ടറുകൾ ഇരിക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറിനകത്തുള്ളത് ഓക്സിജൻ ആണെന്നും അതല്ല റെഡ് അല്ലെങ്കിൽ മെറൂൺ കളറിൽ കാണപ്പെടുന്നത് അത് അസറ്റിലിൻ ആണ് എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടും അല്ലെ. സോ അവിടെ നിന്നും നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ പ്രഷറിലായിരിക്കും ഇത് പുറത്തേക്ക് വരുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ട് അവിടെ വാൽവുകളും പ്രഷർ റെഗുലേറ്ററുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ. അതിൽ പ്രഷർ റെഗുലേറ്ററുകൾ ആ ഒരു സിലിണ്ടറിന്റെ മുകളിൽ ഉണ്ടാകും. ഓക്കെ, ശ്രദ്ധിക്കുക, ആ സിലിണ്ടറിന് മുകളിൽ പ്രഷർ റെഗുലേറ്റർ. ആ പ്രഷർ നമുക്ക് വേണ്ടുന്ന പ്രഷറിലേക്ക് നമുക്ക് ആ ഒരു ഗ്യാസിനെ സെറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് പ്രഷർ റെഗുലേറ്ററുകൾ ഉണ്ടാവുക. അപ്പൊ പ്രഷർ റെഗുലേറ്ററിൽ നിന്നും പുറത്തേക്ക് ട്യൂബുകൾ ഉണ്ടാവും അല്ലെ, ഹോസുകൾ ഉണ്ടാകും. ആ ഹോസിന്റെ കളറും പർട്ടിക്കുലർ നമ്മുടെ ആ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ബ്ലാക്ക് കളർ അതുപോലെ തന്നെ മെറൂൺ കളർ അല്ലെങ്കിൽ റെഡ് കളർ ഒക്കെ നമുക്ക് ഹോസുകളും അവൈലബിൾ ആണ്. ആ ഹോസുകൾ വന്നിട്ട് എങ്ങോട്ടാ വരുന്നുണ്ടാവുക, വെൽഡിംഗ് ടോർച്ചിലേക്കായിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. ആ ഹോസ് കണക്ട് ചെയ്തിരിക്കുന്നത് വെൽഡിംഗ് ടോർച്ചിലേക്കാണ്. ഈ വെൽഡിംഗ് ടോർച്ചിലേക്കായിരിക്കും നമുക്ക് ആ ഒരു ഹോസിന്റെ കണക്ഷൻ ഒരു എൻഡ് വരുന്നുണ്ടാവുക. ഈ പറയുന്ന വെൽഡിംഗ് ടോർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ടുന്ന രീതിയിൽ ആ ഒരു ഗ്യാസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. കൃത്യമായിട്ട് പ്രൊപ്പോർഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഓക്സിജന്റെ എമൗണ്ട് അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് അസറ്റിലിന്റെ എമൗണ്ട് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വെൽഡിംഗ് ടോർച്ചിന്റെ പ്രത്യേകത. അപ്പൊ വെൽഡിംഗ് ടോർച്ചിൽ നിന്ന് പുറത്തേക്ക് നോസിൽ പുറത്തേക്ക് വരുന്നുണ്ടാകും. അതുവഴി എന്തുണ്ടാവും, ഇത്തരത്തിൽ നമുക്ക് ഫ്ലെയിം അല്ലെ, നമ്മൾ ഗ്യാസ് പുറത്തേക്ക് വരുന്നു, അവിടെ നമ്മൾ ഇഗ്നേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണ്, അത് ഫ്ലെയിം ആയിട്ട് മാറും അല്ലെ. ഇത്തരത്തിൽ കത്തി ഒരു ഫ്ലെയിം ജനറേറ്റ് ചെയ്യും. ആ ഫ്ലെയിമിന്റെ ഹീറ്റ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇവിടെ ആ ഒരു വെൽഡഡ് ജോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അവിടെ ആ ഹീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഗ്യാസ് കത്തുന്നതിന്റെ ഫലമായിട്ടുള്ള ഹീറ്റ് ജനറേഷൻ ആയിരിക്കും. ആ ഹീറ്റ് കൊണ്ടാണ് നമ്മൾ അവിടെ ജോയിന്റ് പോസിബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മളുടെ ഒരു ഗ്യാസ് വെൽഡിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓക്സി അസറ്റിലിൻ ഗ്യാസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള എന്താണ് ഗ്യാസുകളുണ്ട്, അത് പരിചയപ്പെടാം നമുക്ക്. അപ്പൊ അങ്ങനെ പല ഗ്യാസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അവിടെയൊക്കെ ഓക്സിജൻ സപ്പോർട്ടിംഗ് ഗ്യാസ് ആയിട്ട് നമ്മൾ സഹായിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്താണ് ഫ്യൂവൽ ഗ്യാസുകൾ മാറുന്നതനുസരിച്ച് ഇപ്പം ഓക്സി എന്താണ് പലതരത്തിലുള്ള ഗ്യാസ്, ഓക്സി ഹൈഡ്രജൻ വെൽഡിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആണ് അവിടെ നമ്മുടെ ഫ്യൂവൽ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ നിരവധി ടൈപ്പ് ഗ്യാസസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഗ്യാസസിന്റെ സഹായത്തോടു കൂടി നമ്മൾ വെൽഡിംഗ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. നമ്മുടെ ആ ഒരു വെൽഡിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് ആണ്. അപ്പൊ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു എന്താണ് പെർമനന്റ് ജോയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ വെൽഡിംഗ് പ്രോസസ് ആണെന്നുള്ളത് കണ്ടു. അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ്, ആ ഒരു മിക്സർ ഓഫ് ഗ്യാസ് ഇഗ്നേറ്റ് ചെയ്യുന്നതിന്റെ സഹായത്തോടു കൂടി അവിടെ ഒരു ഫ്ലെയിം ജനറേറ്റ് ചെയ്യുന്നു. ആ ഫ്ലെയിമിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ ഹീറ്റ് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ കാണാൻ സാധിക്കും. ആ ഒരു ചിത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പൊ ഇവിടെ നോക്കി, നമ്മളുടെ ആ ഒരു ടോർച്ച്, വെൽഡിംഗ് ടോർച്ച് നമ്മൾ കണ്ടു അല്ലെ. വെൽഡിംഗ് ടോർച്ച്, ആ വെൽഡിംഗ് ടോർച്ചിലേക്ക് നമുക്ക് ഈ പറയുന്ന ഓക്സിജന്റെയും അസറ്റിലിന്റെയും മിക്സർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ, മിക്സ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് വേണ്ടുന്ന പ്രപ്പോർഷനിലേക്ക്, പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ എമൗണ്ടും അസറ്റിന്റെ എമൗണ്ടും ഒക്കെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ടോർച്ചിന്റെ നോസിലിന്റെ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഗ്യാസ് വരുന്നുണ്ടാവും. സോ അത് നമ്മൾ ഇഗ്നേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഗ്യാസ് കത്തിക്കൊണ്ട് അവിടെ ഒരു ഫ്ലെയിം ജനറേറ്റ് ചെയ്യുന്നു. ആ ഫ്ലെയിം കാരണം നമുക്ക് അവിടെ ഹീറ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ അഡീഷണൽ ഫില്ലർ റോഡ് നമുക്ക് അവിടെ ജോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മോൾട്ടൺ മെറ്റൽ നമുക്ക് അവിടെ അഡീഷണൽ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലർ റോഡ് ഉണ്ടാകും. ആ ഫില്ലർ റോഡ് നമ്മൾ എന്താണ് മെൽറ്റ് ചെയ്ത് താഴേക്ക് നമുക്ക് ആ ഒരു ജോയിന്റിലേക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആ ഒരു മെറ്റൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് അവിടെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ, വെൽഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സുകളുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കാസ്റ്റിംഗ് എന്ന് പറയുന്നത്, കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം മെഷീനിങ് അല്ലെ, മെഷീനിങ് എന്ന് പറയുന്നത് ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അതുപോലെ വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാസ്റ്റിംഗ്, അതുപോലെ തന്നെ മെഷീനിങ്, അതുപോലെ തന്നെ വെൽഡിങ്, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. എന്താണ് ഈ പറയുന്ന 3 പ്രോസസ്സ്? നമ്മളിപ്പോ കാസ്റ്റിംഗ് കണ്ടു, അതുപോലെ തന്നെ മെഷീനിങ് പ്രോസസ്സ് കണ്ടു, അതുപോലെ തന്നെ വെൽഡിംഗ് പ്രോസസ്സ് കണ്ടു. ഫോർ എക്സാമ്പിൾ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഫോർജിങ് നിങ്ങൾ കൺസിഡർ ചെയ്യും. ഫോർജിങ് പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫോർജിങ് പ്രോസസ്സ് കണ്ടിട്ടുണ്ട്, കാസ്റ്റിംഗ് പ്രോസസ്സ് കണ്ടിട്ടുണ്ട്, മെഷീനിങ് പ്രോസസ്സ്, ഫോർ എക്സാമ്പിൾ ടേണിംഗ് പ്രോസസ്സ്.
മെറ്റൽ റിമൂവൽ പ്രോസസ്സാണ് ടേണിംഗ് പ്രോസസ് അല്ലെങ്കിൽ മെഷീനിങ് പ്രോസസ്. വെൽഡിംഗ് എന്ന് പറയുന്നത് മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. ഇതൊക്കെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഇത് മൂന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. ഇത് മൂന്നും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിച്ച ഇവിടെ നമുക്ക് ഇത് മൂന്നും തമ്മിൽ, അപ്പൊ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് തന്നെ നമുക്ക് പ്രധാനമായിട്ട് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. മാനുഫാക്ചറിങ് പ്രോസസ്സ് പ്രധാനമായിട്ട് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സീറോ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്സ്, നെഗറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും മാനുഫാക്ചറിങ് പ്രോസസ്സ് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. സീറോ മാനുഫാക്ചറിങ് പ്രോസസ്, പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്, നെഗറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്. അപ്പോ ഫോർ എക്സാമ്പിൾ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മാനുഫാക്ചറിങ് പ്രോസസ് ആയിരിക്കും? അത് സീറോ മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. കാസ്റ്റിംഗ്, ഫോർജിങ് ഒക്കെ സീറോ മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ മെഷീനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം മെറ്റൽ റിമൂവൽ പ്രോസസ് ആണ്, അല്ലെ? ഫോർ എക്സാമ്പിൾ ടേണിംഗ് ഉണ്ട്, ഷേപ്പറിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്, ഡ്രില്ലിംഗ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മില്ലിംഗ് ചെയ്യാറുണ്ട്. അതൊക്കെ മെഷീനിങ് പ്രോസസ് ആണ്. മെഷീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽ റിമൂവൽ പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നെഗറ്റീവ് ആണ്, അല്ലെ? മെറ്റൽ റിമൂവൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. എന്നാൽ വെൽഡിംഗ് നിങ്ങൾ കൺസിഡർ ചെയ്യും, സോൾഡറിംഗ് നിങ്ങൾ കൺസിഡർ ചെയ്യും, ബ്രേസിംഗ് നിങ്ങൾ കൺസിഡർ ചെയ്യും. അതൊക്കെ എന്ത് പ്രോസസ് ആണ്? അതൊക്കെ പോസിറ്റീവ് പ്രോസസ് ആണ്, പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ തരും, കാസ്റ്റിംഗ് തരും, മെഷീനിങ് അല്ലെങ്കിൽ ടേണിംഗ് തരും, മില്ലിംഗ് തരും, വെൽഡിംഗ് തരും. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്നത് വെൽഡിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് എന്ന് പറയുന്നത്? സോ വി ആർ ആഡിങ് സം എമൗണ്ട് ഓഫ് മെറ്റൽ ലൈക്ക് ഫില്ലർ റോഡ്. നമ്മൾ നോക്കി അവിടെ ഈ പറയുന്ന രീതിയിൽ 2 പ്ലേറ്റുകളുണ്ട്. ആ പ്ലേറ്റുകൾ നമുക്ക് വെൽഡ് ചെയ്യണമെന്നിരിക്കട്ടെ. ഈ പറയുന്ന ഒന്നാമത്തെ പ്ലേറ്റ് മെറ്റൽ എ, പ്ലേറ്റ് ബി, 2 പ്ലേറ്റുകൾ നമുക്ക് എന്താണ് വെൽഡ് ചെയ്യണമെന്നിരിക്കട്ടെ. നമുക്ക് അത്തരത്തിൽ ഒരു ബട്ട് ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ബട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മെറ്റൽ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെ? മെറ്റൽ ആഡ് ചെയ്ത് കൊടുക്കണം. വി ആർ ആഡിങ് സം എമൗണ്ട് ഓഫ് മെറ്റൽ ഹിയർ, അല്ലെ? വി ആർ ആഡിങ് സം എമൗണ്ട് ഓഫ് മെറ്റൽ, മോൾട്ടൺ മെറ്റൽ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ വി ആർ ആഡിങ് സം മെറ്റൽ മീൻസ് വാട്ട്? പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെ? അഡീഷൻ ഓഫ് മെറ്റൽ ആണ് പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ മെറ്റൽ റിമൂവൽ ആണ്, അല്ലെ? അവിടെ നിന്ന് മെറ്റൽ റിമൂവ് ചെയ്യുന്നു. അപ്പൊ നെഗറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്സിനാണ് ഇത്തരത്തിലുള്ള മെഷീനിങ് പ്രോസസ് എല്ലാം വരുന്നുണ്ടാവുക. ഇനി സീറോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് വേണ്ടുന്ന എമൗണ്ട് ആയിരിക്കും മാത്രമായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അല്ല, അഡീഷനും ഇല്ല, അതുപോലെ തന്നെ മെറ്റൽ റിമൂവൽ പ്രോസസ്സും ഇല്ല, അല്ലെ? അപ്പോൾ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് വേണ്ടുന്ന മോൾഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ മോൾഡിനനുസരിച്ചുള്ള മെറ്റൽ അതിനകത്തേക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? കാസ്റ്റിംഗ് പ്രോസസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ഫോർജിങ് പ്രോസസ്സ് നമുക്ക് വേണ്ടുന്ന ഷേപ്പിലേക്ക് അവിടെ എത്തിക്കുകയാണ്, അല്ലെ? അവിടെ ഹീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മെറ്റീരിയലിനെ എന്താണ് വേണ്ടുന്ന ഷേപ്പിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അവിടെയും ഈ പറയുന്ന മെറ്റൽ ആഡ് ചെയ്യുന്നില്ല, മെറ്റൽ റിമൂവ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുകയാണ്, ഇത്തരത്തിൽ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഒരു പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്? അപ്പൊ വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. വെൽഡിംഗ് കഴിഞ്ഞിട്ടില്ല. സോൾഡറിംഗ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ ബ്രേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രോസസ്സുകളൊക്കെ എന്താണ്? പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു പോയിന്റ് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറയുന്ന വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ പറയുന്ന പോസിറ്റീവ് പറയാൻ കാര്യം എന്താ? അവിടെ മെറ്റൽ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? മെറ്റൽ ആഡ് ചെയ്യുന്ന ഏതിന്റെ സഹായത്തോടു കൂടിയാ? ഫില്ലർ റോഡിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ മെറ്റൽ ആഡ് ചെയ്യുന്നുണ്ടാവുക. എല്ലായിടത്തും ഫില്ലർ റോഡ് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ വെൽഡിംഗ് പ്രോസസ്. എന്തായാലും ഫില്ലർ റോഡ് അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡിന്റെ സഹായത്തോടു കൂടി നമ്മൾ അവിടെ മെറ്റൽ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ഈ പറയുന്ന വെൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എന്താണ് നമുക്ക് പറയാം? വെൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് മാനുഫാക്ചറിങ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കി എല്ലാവരും. നമ്മളുടെ ഓക്സി അസറ്റിലിൻ മിക്സ്ചർ വരുന്നു ടോർച്ചിലൂടെ. അവിടെ നോസിലുണ്ട്, നോസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഫ്ലെയിം ജനറേറ്റ് ചെയ്തു. ആ ഫ്ലെയിം ജനറേറ്റ് ചെയ്തപ്പോൾ അവിടെ ഹീറ്റ് വന്നു. അവിടെ എന്താണ്? ആ ഒരു മോൾട്ടൺ മെറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫില്ലർ റോഡ് ഉണ്ടാവും. ഫില്ലർ റോഡ് ഹീറ്റിന്റെ സഹായത്തോടുകൂടി എന്താണ് മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് ഇവിടെ ഈ ഒരു ജോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലേക്ക് നിറയുന്നുണ്ടാകും. അങ്ങനെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ജോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
സോ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ പ്രൊട്ടക്ട് വെൽഡ് പൂൾ. ഇത്തരത്തിൽ ആ ഒരു കമ്പഷന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന എന്താണ് വെൽഡ് പൂള് പ്രൊട്ടക്റ്റഡ് ആണ്. ഇത്തരത്തിൽ നമ്മളത് എന്താണ് ഫ്ലക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാകും ഫർദർ ഓക്സിഡേഷൻ ഒക്കെ തടയാൻ വേണ്ടിയിട്ട്. സോ അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ എനിവേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്, അതിന്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ എന്താണ് വെൽഡിങ്ങിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ? എന്താണ് നമ്മൾ വെൽഡിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോയിനിങ് മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ജോയിനിങ് പ്രോസസ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ല. സംശയമൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ വെൽഡിങ്ങിന്റെ ആ ഒരു ബേസിക് ഡെഫിനിഷൻ നമ്മൾ കണ്ടു. അതിനകത്ത് തന്നെ നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത് ഗ്യാസ് വെൽഡിംഗ് ആണ്. അപ്പൊ വെൽഡിങ്ങിന്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനുകളുണ്ട്. അപ്പൊ വെൽഡിങ്ങിന്റെ ബേസിക് കോൺസെപ്റ്റ് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡിന്റെ അനുസരിച്ച്, അല്ലെങ്കിൽ മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അതായത് പൊതുവെ ഓക്സിജനും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ഗ്യാസും ഉണ്ടാവും, അല്ലെ? അതുപോലെ തന്നെ ഫ്യൂൽ ഗ്യാസും ഉണ്ടാകും. അപ്പോൾ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് ആണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ഗ്യാസ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ അസെറ്റിലിൻ എന്ന് പറയുന്നത് ഫ്യൂൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ഗ്യാസുകൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സിലിണ്ടറുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഓക്സി അസെറ്റിലിൻ വെൽഡിങ്ങിന്റെ കേസിൽ ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. അസെറ്റിലിൻ എന്ന് പറയുന്നത് മെറൂൺ അല്ലെങ്കിൽ റെഡ് കളറിൽ നമ്മൾ കാണപ്പെടുന്നുണ്ടാകും. ഓക്കെ, അത് മനസ്സിലാക്കി നോക്കുക. അപ്പൊ ആ ഒരു സിലിണ്ടറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു റെഗുലേറ്റർ ഉണ്ടാകും. എന്തിനാണ്? ഈ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഗുലേറ്റർ ഉണ്ടാകും. ആ റെഗുലേറ്ററിൽ നിന്നും പുറത്തേക്ക് ഹോസ് വരുന്നുണ്ടാകും. ആ ഹോസ് കണക്ട് ചെയ്തിരിക്കുന്ന എവിടെയായിരിക്കും? നമ്മളുടെ ആ ഒരു എന്താണ് വെൽഡിംഗ് ടോർച്ചിലേക്കായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ വെൽഡിംഗ് ടോർച്ചിൽ എന്താണ് അവിടെ മിക്സ് ചെയ്യാൻ സാധിക്കും, അല്ലെ? ഇത്തരത്തിൽ ഓക്സിജനും അസെറ്റിനും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് വേണ്ടുന്ന പ്രൊപ്പോർഷനിൽ ഗ്യാസിനെ പുറത്തേക്ക് എത്തിക്കും. ആ ഗ്യാസ് ഇഗ്നേറ്റ് ചെയ്യുന്നു, അവിടെ ഫ്ലെയിം ജനറേറ്റ് ചെയ്യുന്നു. ആ ഫ്ലെയിമിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അവിടെ ഹീറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. ആ ഹീറ്റിന്റെ സഹായത്തോടു കൂടി അവിടെ എന്താണ് ആ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് ആ ഒരു മെറ്റലിനെ എത്തിക്കുന്നു. അവിടെ ഫ്യൂഷൻ നടക്കുന്നു, ജോയിൻ ചെയ്യുന്നു. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അല്ലെ? ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ എന്താണ് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക. യാതൊരുവിധ പ്രോബ്ലം ഇല്ല. നമുക്കത് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. എല്ലാവരും ഒന്ന് ലൈവായിട്ട് ഇരുന്നാൽ മാത്രം മതി. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു റാങ്ക് നമ്മളുടെ എക്സാമിന് എത്തിക്കുക എന്നുള്ളത്, അല്ലെ? ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നല്ലൊരു റാങ്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട്, നമ്മളിപ്പോ മനസ്സിലാവാത്ത എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ അത് പറയുക. നമുക്കത് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുമ്പോൾ അതിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടുതലും കുറേ വാല്യൂസ് ഒക്കെയാണ്. പൊതുവെ നമ്മൾ ഈ പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ എക്സാം ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് കളക്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് കളക്ട് ചെയ്യുക. അവിടെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോയിന്റുകളൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റേണ്ട കാര്യം എന്ന് വെച്ചാൽ റിവിഷൻ ആണ് പ്രധാനമായിട്ടും വേണ്ടുന്നത്. കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകും, അത് റിവൈസ് ചെയ്യാന്നുള്ളതാണ് കാര്യം. നമുക്ക് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു തവണ വായിക്കുമ്പോഴോ ഒക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാര്യം ഇത്തരത്തിൽ എന്താണ് വായിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആവും. പക്ഷേ നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കുറേ അധികം കാര്യങ്ങൾ ഇവിടെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് വീണ്ടും അത് റിവൈസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ട കാര്യം. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള എക്സാം, അതായത് ഈ ട്രേഡ്സ്മാൻ എക്സാം, ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ നമ്മളുടെ റിവിഷൻ കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്, സംശയമൊന്നുമില്ല. പക്ഷേ റിവിഷന്റെ ഒരു അഭാവം കാരണം എന്ത് ചെയ്യുന്നുണ്ടാവും? പലപ്പോഴും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ കണ്ടു, ഓക്സി അസെറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ആകുമ്പോൾ രണ്ട് ഗ്യാസസ് ആണുള്ളത്. ഓക്സിജനും ഉണ്ട്, അസെറ്റിലിനും ഉണ്ട്. അപ്പൊ O2 സിലിണ്ടർ നമുക്ക് അവൈലബിൾ ആണ്. C2H2 എന്ന് പറയുന്ന അസെറ്റിലിൻ സിലിണ്ടർ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെ? സംശയമൊന്നുമില്ല. അപ്പൊ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ കണ്ടു, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഏത് കളറിലാണ് കാണപ്പെടുന്നത്? ബ്ലാക്ക് കളർ. ഇപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇത്തരത്തിൽ കളർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. പെയിന്റഡ് ഇൻ ബ്ലാക്ക് കളർ, അല്ലെ? ഓക്സിജൻ ഗ്യാസ് ഏത് കളറിലാണ്? ബ്ലാക്ക് കളറിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്, സംശയമൊന്നുമില്ല. രണ്ടാമത് ചോദിക്കുന്നത് കപ്പാസിറ്റി. ആ ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ്?
ഓക്കെ. ഓക്സിജൻ സിലിണ്ടർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് വോളിയം ആണ് അല്ലെ, വോളിയം ആണ്, അതിന്റെ യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ കപ്പാസിറ്റി ഓഫ് ദ ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുന്നത് 7 മീറ്റർ ക്യൂബ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, സ്റ്റോറേജ് പ്രഷർ. അതായത് നമുക്ക് ഈ പറഞ്ഞ ഓക്സിജൻ വാതകത്തിൽ, അതായത് ഗ്യാസ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുകയല്ലേ, അപ്പൊ അതിനൊരു പ്രഷർ ഉണ്ടാവുമല്ലോ. ആ പ്രഷർ റെഗുലേറ്റ് ചെയ്യാനല്ലേ ഇവിടെ പ്രഷർ റെഗുലേറ്റർ ഉള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റോറേജ് പ്രഷർ, അപ്പൊ സ്റ്റോറേജ് പ്രഷറും ഉണ്ട്, വർക്കിംഗ് പ്രഷറും ഉണ്ട്. അപ്പൊ പുറത്തേക്ക് വരുന്നതാണ് വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രഷറാണ് സ്റ്റോറേജ് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റോറേജ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ, കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം 14 മെഗാ പാസ്കൽ അല്ലെ, 14 മെഗാ പാസ്കൽ എന്ന് പറയാം. ഇപ്പൊ പാസ്കൽ എന്ന് പറയുന്നത് എന്താ? പ്രഷറിന്റെ യൂണിറ്റാ അല്ലെ. കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ത് തന്നെയാ? അതും പ്രഷറിന്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ ലോഡ് പെർ യൂണിറ്റ് ഏരിയ. ഇവിടെ നോക്കിയേ, കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ, ഏരിയ എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ ആണല്ലോ, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ആയിട്ട് നമ്മൾ പറയാറില്ലേ. അപ്പൊ കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ എന്താണ്? 14 മെഗാ പാസ്കൽ എന്ന് പറയുന്നു. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആ ഒരു യൂണിറ്റ് അല്ലെ, പലപ്പോഴും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഒക്കെ വരുന്നുണ്ടാകും. അപ്പൊ ഇവിടെ യൂണിറ്റ് ചിലപ്പോൾ നമുക്ക് 120 മുതൽ 150 മെഗാ പാസ്കൽ എന്നായിരിക്കും തരുന്നുണ്ടാവുക. സോ നമുക്ക് നമ്മുടെ മനസ്സിൽ ഈ ഒരു യൂണിറ്റ് കാണില്ല, പക്ഷെ നമുക്കറിയാം 120 മുതൽ 150 ആണ് നമ്മളുടെ ആ ഒരു ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിലുള്ള ആ ഒരു സ്റ്റോറേജ് എന്നുള്ള വാല്യൂ നമുക്കറിയാം, പക്ഷെ യൂണിറ്റ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഒരു കൺഫ്യൂഷൻ വരും. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്, അത് റിവൈസ് ചെയ്യുക, കൃത്യമായിട്ട് അത് മനഃപ്പാടമാക്കുക. അതാണ് നമുക്ക് ഇവിടെ വേണ്ടുന്നത് കേട്ടോ. അല്ലാതെ വലിയ വലിയ കോൺസെപ്റ്റുകളോ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് മനഃപ്പാടമാക്കുക, അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഫസ്റ്റ് കൺസിഡറേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ ഫൈൻ. പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്, അതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ ഫൈൻ. സ്റ്റോറേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 14 മെഗാ പാസ്കൽ. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വാൽവ് RH ത്രെഡ്. RH ത്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്, റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ് അല്ലെ. ഇത്തരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ തിരിക്കുന്ന പോലെ തന്നെയാണ് ഈ റൈറ്റ് ഹാൻഡ് ത്രെഡ്, പൊതുവെ എല്ലാം ഇത്തരത്തിൽ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണെന്ന് ഓർമ്മിക്കാം. ഓക്കെ ഫൈൻ. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. ഇത്രയേ ഉള്ളൂ. കളർ ബ്ലാക്ക് കളറാണ്. അതുപോലെ തന്നെ അതിന്റെ കപ്പാസിറ്റി എത്രയാണ്? 7 മീറ്റർ ക്യൂബ് ആണ്. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ 14 മെഗാപാസ്കൽ ആണെന്ന് ഓർത്തിരിക്കാം. ദെൻ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വാൽവ് എങ്ങനെയാണ്? അത് റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കി, ദാറ്റ് ഈസ് അസെറ്റിലിൻ. അപ്പൊ ഈ അസെറ്റിലിൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നുണ്ടാവുക അല്ലെ. ശ്രദ്ധിക്കാം, അതിനെ നമ്മൾ DA എന്നാണ് പറയുക, ഡിസോൾവ്ഡ് അസെറ്റിലിൻ ആണ്. നമുക്ക് ഈ അസെറ്റിലിൻ ഒന്നും അത്ര വലിയ പ്രഷറിലൊന്നും നമുക്ക് ഇതിനകത്ത് കെട്ടിവെക്കാൻ പറ്റില്ല. കാര്യം അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത, ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാര്യം ഫ്യൂൽ ഗ്യാസ് ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതുപോലെ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലേക്കായിരിക്കും നമ്മൾ അവിടെ സൂക്ഷിക്കുന്നുണ്ടാവുക. സോ ഈ പറയുന്ന അസെറ്റിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളത് ഏത് ടൈപ്പാണ്? ഇറ്റ്സ് എ സ്റ്റീൽ കണ്ടെയ്നർ used to store high pressure acetylene gas safely in a dissolved state for gas welding or cutting purpose. അതിൽ ഗ്യാസ് കട്ടിങ്ങിനായിക്കോട്ടെ ഗ്യാസ് വെൽഡിങ്ങിനായിക്കോട്ടെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂൽ ഗ്യാസ് ആയിട്ടുള്ള അസെറ്റിലിൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് C2H2 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അത് ബുദ്ധിമുട്ടാണ്. അവിടെ എന്തുണ്ടാവും? ഇത്തരത്തിലുള്ള പ്രഷർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അതിനെ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലേക്കായിരിക്കും നമ്മൾ എത്തിക്കുന്നുണ്ടാവുക അല്ലെ. ഇത്തരത്തിൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടാണ് നമ്മൾ DA, അതാണ് ഡിസോൾവ്ഡ് അസെറ്റിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഗ്യാസിന്റെ ജനറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് നമ്മൾ അതിന്റെ ആ ഒരു ഗ്യാസിന്റെ ഫോർമേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അത് കൂടുതൽ ഡെപ്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള അസെറ്റിലിൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ അസെറ്റിലിൻ അതുപോലെ തന്നെയല്ല, അതിന്റെ സ്റ്റേറ്റ് ആണ് ഡിസോൾവ്ഡ് അസെറ്റിലിൻ ആണ്. ഈ പറയുന്ന DA ഗ്യാസ് സിലിണ്ടർ ഏതായിരിക്കും? അത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ്. ഹൈ പ്രഷർ ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒക്കുപ്പൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിലിണ്ടർ ആണ് നമ്മൾ ഈ പറയുന്ന അസെറ്റിലിൻ സിലിണ്ടർ എന്ന് പറയുന്നത്. അതിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? മെറൂൺ കളർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലെ, മെറൂൺ അല്ലെങ്കിൽ റെഡ് കളർ. അപ്പോൾ ഒത്തിരി മതി, മെറൂൺ കളറാണ് പ്രധാനമായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവാണല്ലേ. ഈ പറയുന്ന നമ്മളുടെ ഓക്സിജനെ കമ്പയർ ചെയ്യുമ്പം ഒരു യൂണിറ്റ് കുറവാണ്. 6 മീറ്റർ ക്യൂബ് ആണ്. പ്രഷർ നോക്കേ,
പ്രഷർ നോക്കിയേ, ഈ പറഞ്ഞ ഓക്സിജന്റെ പ്രഷർ എത്രയായിരുന്നു? 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. അത്രയും പ്രഷറിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുമോ? അത്രയും പ്രഷറൊന്നും നമുക്ക് പോകില്ല അല്ലെ. അപ്പൊ സ്റ്റോറേജ് പ്രഷർ എത്രയാ? 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം 1.5 മെഗാ പാസ്കൽ എന്നുള്ള ഓർത്തിരിക്കാം. 1.5 മെഗാ പാസ്കൽ എന്നുള്ള ഓർത്തിരിക്കാം. അപ്പൊ അസറ്റിലിൻ സിലിണ്ടറിന്റെ വാൽവ് എങ്ങനെയായിരിക്കും? അത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണെന്നുള്ള ഓർത്തിരിക്കാം. അപ്പൊ അത് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കറക്കണം അല്ലെ. സാധാരണഗതിയിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ക്ലോസ് ചെയ്യുന്നത്? എന്താണ് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റിലേക്ക് തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോഴായിരിക്കും അവിടെ എന്താ ക്ലോസ് അല്ലെങ്കിൽ ടൈറ്റ് ആവുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ എന്താണ് ഡിഫറെന്റ് ചെയ്ത് എന്താണ് അങ്ങനെ കൊടുത്തിരിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി യൂസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇത്തരത്തിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ ഈ ത്രെഡഡ് പോർഷൻസ് ഒക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് കൊടുക്കുന്നത്. എല്ലായ്പ്പോഴും ഈ പറയുന്ന ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. അതുപോലെ തന്നെ അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടറിന്റെ വാൽവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് അപ്പുറം ഇപ്പുറമൊക്കെ മാറി തിരിഞ്ഞൊക്കെ നമ്മൾ യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള വാൽവുകളും അതിൻ്റെതായിട്ടുള്ള എന്താണ് പ്രഷർ റെഗുലേറ്ററും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട്, ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഡിസോൾവ്ഡ് അസറ്റിലിൻ അല്ലെങ്കിൽ അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആണ് ഫോർ ഓക്സിജൻ, അതുപോലെ തന്നെ മെറൂൺ കളർ അല്ലെങ്കിൽ റെഡ് കളർ ആണ് ഫോർ അസറ്റിലിൻ അല്ലെങ്കിൽ ഡിസോൾവ്ഡ് അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടർ. സ്റ്റോറേജ് കപ്പാസിറ്റി 7 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ അസറ്റിലിൻ എന്ന് പറയുന്നത് 6 മീറ്റർ ക്യൂബ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ പ്രഷർ അല്ലെ, നമ്മുടെ ഓക്സിജന് നമുക്ക് വളരെ വലിയ പ്രഷറാണ്. ഏകദേശം 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 14 മെഗാ പാസ്കൽ ആണ് ഓക്സിജന്റെ പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ അസറ്റിലിന്റെ പ്രഷർ എങ്ങനെ ആയിരിക്കും? അത്രയും പ്രഷറൊക്കെ പോവോ? ഇല്ല. ഏകദേശം 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1.5 ഏകദേശം 1.5 മെഗാ പാസ്കൽ എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടറിന്റെ ആ ഒരു വാൽവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. ഓക്സിജൻ അല്ലെ ഇത്തരത്തിൽ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. നെക്സ്റ്റ്, അപ്പൊ നമുക്ക് സിലിണ്ടറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി അല്ലെ. സിലിണ്ടർ ഏറ്റവും തുടക്കത്തിലുള്ള സിലിണ്ടർ അല്ലേ, സിലിണ്ടറിനകത്താണല്ലോ ഗ്യാസസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പം സിലിണ്ടർ എന്താണ്, ഏത് കളറാണ്, അതിന്റെ ഗ്യാസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, അതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി നമുക്ക്. ഇനി അതിന് മുകളിലിരിക്കുന്ന സാധനമാണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഈ പറയുന്ന സിലിണ്ടറിന്റെ മുകളിൽ ഇരിക്കുന്ന സാധനമാണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. എന്ത് റെഗുലേറ്ററാ? ഗ്യാസ് റെഗുലേറ്റർ അല്ലെ. ആ ഗ്യാസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ രണ്ട് സിലിണ്ടറിനും 2 റെഗുലേറ്റർ അവൈലബിൾ ആണ് അല്ലെ. ഓക്സിജനും ഒരു സിലിണ്ടർ, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറിനും ഒരു റെഗുലേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ അസറ്റിലിൻ സിലിണ്ടറിനും റെഗുലേറ്റർ ഉണ്ട്. ബോത്ത് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ റെഗുലേറ്റേഴ്സ് ആർ ദർ. അത്തരത്തിൽ 2 എണ്ണം ഉണ്ട്. ഓരോന്നിനും ഓരോന്ന് വെച്ചുണ്ട്. ഓക്സിജനും ഒരു റെഗുലേറ്റർ ഉണ്ട്, അസറ്റിലിനും ഒരു റെഗുലേറ്റർ ഉണ്ട്. അപ്പോ ഈ റെഗുലേറ്ററിനകത്ത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ വർക്കിംഗ് പ്രഷർ ഗേജ് നമുക്ക് അവൈലബിൾ ആണ്. സിലിണ്ടർ പ്രഷർ ഗേജ്, അതായത് സിലിണ്ടറിനുള്ളിലുള്ള പ്രഷർ. ഫോർ എക്സാമ്പിൾ 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ ഓക്സിജന്റെ, അതായത് സിലിണ്ടറിനുള്ളിലുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷർ എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്താണ് വർക്കിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കൊടുക്കുന്ന പ്രഷറാണ് വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത്. റെഗുലേറ്റ് ചെയ്തിട്ടുള്ള വർക്കിംഗ് പുറത്തേക്ക് നമ്മൾ എത്രത്തിൽ എടുക്കണം? ഇപ്പൊ 150, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 150 ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് 150 തന്നെ വേണോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് വേണ്ടുന്ന രീതിയിലുള്ള, ഫോർ എക്സാമ്പിൾ നമുക്ക് വേണ്ടുന്ന പ്രഷറിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വർക്കിങ്ങിന് എടുക്കുന്ന പ്രഷറാണ് വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ആ വർക്കിംഗ് പ്രഷർ കാണിക്കുന്ന ഗേജ് ആണ് വർക്കിംഗ് പ്രഷർ ഗേജ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കിയാൽ റെഗുലേറ്റർ പ്രഷർ, നമുക്ക് ഇത്തരത്തിലുള്ള സ്ക്രൂ വെച്ച് നമുക്ക് ആ ഒരു പ്രഷറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സിലിണ്ടറിനകത്ത് ഒരു പ്രഷർ ഉണ്ടാകും, നമുക്ക് വേണ്ടുന്ന പ്രഷറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റെഗുലേറ്ററിൽ നിന്നായിരിക്കും നമ്മളുടെ ആ ഒരു ഹോസ് കണക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഫോർ എക്സാമ്പിൾ അസറ്റിലിൻ ടു ബ്ലോ പൈപ്പ് അല്ലെ, ഇത്തരത്തിൽ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആയിട്ടുള്ള ആ ഒരു എന്താണ് ബ്ലോ പൈപ്പിലേക്ക് പോകുന്ന ആ ഒരു ത്രെഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അസറ്റിലിൻ ടു ബ്ലോ പൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കി, അവിടെ ത്രെഡഡ് ആയിട്ടുള്ള പോർഷൻ കാണുന്നുണ്ടല്ലേ, ത്രെഡഡ് ആയിട്ടുള്ള പോർഷൻ. സോ ഇതാണ് നമ്മുടെ സിലിണ്ടറിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലെ. അപ്പോൾ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് അല്ലെ. ഓക്സിജൻ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ വാൽവുകളൊക്കെ എന്താണ്, റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. അസറ്റിലിൻ ആണെന്നുണ്ടെങ്കിൽ C2H2 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. അപ്പൊ ഇവിടെ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഏത് സിലിണ്ടറിലേക്കാണ്? അസറ്റിലിൻ സിലിണ്ടറിലേക്കാണ്. അതാണ് അസറ്റിലിൻ എങ്ങോട്ട് പോകുന്നു? ബ്ലോ പൈപ്പിലേക്ക് പോകുന്നു.
അപ്പോൾ ഇത്തരത്തിൽ അസറ്റിലിൻ ബ്ലോ പൈപ്പിലേക്ക് പോകുമ്പോൾ അസറ്റിലിൻ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറയാം, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ത്രെഡ് ആയിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പറയാം, നമ്മൾ അവിടെ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ത്രെഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് സിലിണ്ടറിനുള്ള റെഗുലേറ്റർ ആണ്? അതായത് അതെന്ന് പറയുന്നത് അസറ്റിലിൻ സിലിണ്ടറിലേക്കുള്ള റെഗുലേറ്റർ ആണ്. സോ അസറ്റിലിൻ പ്രഷർ റെഗുലേറ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന അസറ്റിലിൻ റെഗുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നട്ട് കണ്ടല്ലോ എല്ലാവരും, ഈ നട്ടിന്റെ അവിടെ ഒരു ചെറിയ ഒരു ഗ്രൂവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെ? ചെറിയൊരു വെട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു ഗ്രൂവും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മളുടെ റെഗുലേറ്റർ ഏതിനെ റെഗുലേറ്റ് ചെയ്യുന്നു? അസറ്റിലിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഡെഫിനിഷനിലേക്കൊക്കെ വരാം. സോ നമ്മൾ കണ്ടു ഇത്തരത്തിൽ ഓക്സിജൻ സിലിണ്ടറിനും അതുപോലെ തന്നെ അസറ്റിലിൻ സിലിണ്ടറിനും എന്തുണ്ട്? റെഗുലേറ്ററുകളുണ്ട്. സോ ബോത്ത് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ റെഗുലേറ്റർ ആർ ദെയർ. ഇൻ ദിസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഗ്യാസ് പ്രഷർ according to the required working pressure and control the flow of gas at a constant rate of to the blow pipe. അല്ലെ, ഈ പറയുന്ന റെഗുലേറ്ററിന്റെ പ്രത്യേകത നമുക്ക് വേണ്ടുന്ന പ്രഷർ എത്തിക്കുക എന്നുള്ളതാണ്, അല്ലെ? നമുക്കറിയാം നമ്മളുടെ സിലിണ്ടറിനകത്ത് എന്താണ് ഇത്തരത്തിൽ സിലിണ്ടർ പ്രഷറിൽ ഇരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറോ അല്ലെങ്കിൽ 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലോ ഒക്കെ നമ്മളുടെ എന്താണ് വേണ്ടുന്ന വാതകങ്ങൾ ഇരിക്കുകയാണ്. അതാണ് നമ്മളുടെ ആ ഒരു പ്രഷർ എന്ന് പറയുന്നത്. എന്നാൽ പുറത്തേക്ക് എടുക്കുന്ന പ്രഷർ അത്രയും പ്രഷറൊക്കെ എടുക്കുമോ? ഇല്ല, നമുക്ക് വേണ്ടുന്ന പ്രഷറിലേക്ക് നമുക്ക് അതിനെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള റെഗുലേറ്റർ നമുക്ക് വേണം, അല്ലെ? സോ റെഡ്യൂസ് ദ ഗ്യാസ് പ്രഷർ അക്കോർഡിംഗ് ടു ദ റിക്വയർഡ് വർക്കിംഗ് പ്രഷർ. നമുക്ക് വേണ്ടുന്ന വർക്കിംഗ് പ്രഷറിന് അനുസൃതമായിട്ട് ആ ഒരു ഗ്യാസ് പ്രഷറിനെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. കൂട്ടാൻ സാധിക്കില്ലല്ലോ, ഉള്ള പ്രഷറിലേ കിട്ടുള്ളൂ. അപ്പൊ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്, ഗ്യാസ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ആ ഒരു ഗ്യാസിന് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ, അല്ലെ? നമുക്കൊരു കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ചാർജ് ആണ്. പുറത്തേക്ക് വരുന്ന ആ ഒരു ഡിസ്ചാർജ്, ആ ഒരു റേറ്റ് കോൺസ്റ്റന്റ് ആക്കി കൊണ്ടുവെക്കാനും നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു റെഗുലേറ്റർ ആണ്. സോ റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു റെഡ്യൂസ് ദ ഗ്യാസ് പ്രഷർ അക്കോർഡിംഗ് ടു ദ റിക്വയർഡ് വർക്കിംഗ് പ്രഷർ. അതുപോലെ തന്നെ ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ദ ബ്ലോ പൈപ്പ്. ഈ ബ്ലോ പൈപ്പിലേക്ക് ഒരു കോൺസ്റ്റന്റ്, അല്ലെ, സ്ഥിരമായിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് എന്താണ് ഗ്യാസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഈ പറയുന്ന റെഗുലേറ്ററിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് ആ ഒരു ഹോസ് കണക്ഷനിലേക്ക് വരാം, അല്ലെ? താഴെ ഒരു ഹോസ് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഹോസ് കണക്ഷനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ നോക്കെ യൂസ്ഡ് ടു ക്യാരി ഈ റബ്ബർ ഹോസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. അതായത് സിലിണ്ടറിന് മുകളിൽ റെഗുലേറ്ററിൽ നിന്നും നമ്മൾ ഹോസ് കണക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഹോസിന്റെ കളർ നമുക്കറിയാം, മെറൂൺ അല്ലെങ്കിൽ റെഡ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അസറ്റിലിന് വേണ്ടിയിട്ടായിരിക്കും. ഹോസിന്റെ കളർ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, സാധാരണ നമ്മൾ ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ എന്ത്? അത് നമുക്ക് പറയാം ഓക്സിജന്റെ ആണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെ? അപ്പൊ ഈ ഹോസ് കണക്ട് ചെയ്യുന്ന ആ ഒരു എന്താണ് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ നമുക്ക് കാണാം, ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്, അല്ലെ? അപ്പൊ ഇതിനകത്ത് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കണ്ടു, നട്ടിനകത്ത് ഒരു ചെറിയ കട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് നമുക്ക് അസറ്റിലാണ്, അല്ലെ? മനസ്സിലാക്കിയിരുന്നു, അല്ലെ? അതിനകത്ത് നട്ടിനകത്ത് കട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് സാധാരണ ഉള്ള അല്ലെങ്കിൽ ഓക്സിജന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഓക്സിജൻ ആണെന്നുള്ളത് കണ്ടു. ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് അസറ്റിലാണെന്നുള്ളത് കൂടി നമ്മൾ കണ്ടു, അല്ലെ? സോ അത് മനസ്സിലാവുന്ന ഓർത്തിരുന്ന പ്രധാനമായിട്ടും. സോ റബ്ബർ ഹോസ് കണക്ഷനിലേക്ക് വരുമ്പോൾ യൂസ്ഡ് ടു ക്യാരി ഗ്യാസ് ഫ്രം റെഗുലേറ്റർ ടു ബ്ലോ പൈപ്പ്. അതായത് ബ്ലോ പൈപ്പിലേക്ക് അല്ലെങ്കിൽ ബ്ലോ പൈപ്പിനെയും സിലിണ്ടറിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ ഒരു ഹോസ് ആണ് റബ്ബർ ഹോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ മെയ്ഡ് ഓഫ് സ്ട്രോങ് ക്യാൻവാസ് റബ്ബർ ഹാവിംഗ് ഗുഡ് ഫ്ലെക്സിബിലിറ്റി, അല്ലെ? ഇത്തരത്തിൽ ക്യാൻവാസ് റബ്ബർ ഹാവിംഗ് ഗുഡ് ഫ്ലെക്സിബിലിറ്റി, അല്ലെ? വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാൻവാസ് റബ്ബർ കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അസറ്റിലാണെന്നുണ്ടെങ്കിൽ മെറൂൺ അല്ലെങ്കിൽ റെഡ് നമുക്ക് അവൈലബിൾ ആണ്. കണക്റ്റഡ് ടു റെഗുലേറ്റേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യൂണിയൻ. ഇത്തരത്തിൽ നമുക്ക് യൂണിയൻസ് ഉണ്ടാകും. അപ്പൊ യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അത് കണക്ട് ചെയ്യുന്നത്, അല്ലെ? പൈപ്പ് കണക്ഷൻസിലൊക്കെ നമ്മൾ സാധാരണ യൂണിയൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അവിടെ അത് കണക്ട് ചെയ്യുന്നുണ്ടാവുക. ദീസ് യൂണിയൻസ് ആർ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ഫോർ ഓക്സിജൻ ആൻഡ് right hand thread for oxygen and left hand thread for acetylene and groove cut on the corner. അല്ലെ? ഇത്തരത്തിൽ ശ്രദ്ധിക്കാം, ആ ഒരു ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഇത് എവിടെ യൂസ് ചെയ്യണം? ഇത് നമ്മൾ അസറ്റിലിൻ നമ്മളുടെ സിലിണ്ടറിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അത് റെഗുലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് കട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് ഓക്സിജനുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ ഈ പറയുന്ന നമ്മൾ ആ ഒരു റെഗുലേറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്ന എന്തിന്റെ സഹായത്തോടു കൂടിയായിരിക്കും? യൂണിയന്റെ സഹായത്തോടു കൂടിയായിരിക്കും. അപ്പൊ യൂണിയൻ ഉണ്ടാകും. ആ യൂണിയൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് അവൈലബിൾ ആണ്. റൈറ്റ് ഹാൻഡ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു? ഓക്സിജൻ സിലിണ്ടറുമായി അല്ലെങ്കിൽ ഓക്സിജൻ കണക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ അസറ്റിലിൻ കണക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് യൂണിയൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും റൈറ്റ് ഹാൻഡ് ത്രെഡും ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ടൂൾസുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ നോക്കി, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഇവിടം വരെ എത്തി. നമ്മൾ ഇത്തരത്തിൽ ഇവിടം വരെ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലെ, ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടൂൾസുകൾ നമുക്ക് നോക്കാം. ടൂൾസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ആദ്യം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഡബിൾ എൻഡഡ് സ്പാനേഴ്സ് ആണ് അല്ലെ. എന്താണ് ഡബിൾ എൻഡഡ് സ്പാനേഴ്സ്? നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പാനർ അവിടെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നേരത്തെ കണ്ട അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇത്തരത്തിൽ നമ്മളുടെ ആ ഒരു യൂണിയൻ ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സിലിണ്ടറിലേക്ക് നമുക്ക് ആ ഒരു റെഗുലേറ്റർ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ എൻഡഡ് സ്പാനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ സ്പാനർ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സോ സ്പാനറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതെന്തിന് യൂസ് ചെയ്യുന്നുള്ളതാണ്. യൂസ്ഡ് ഫോർ ടൈറ്റൻ നട്ട് ബോൾട്ട് വിത്ത് ഹെക്സണൽ ഓർ സ്ക്വയർ ഹെഡഡ്. സ്ക്വയർ ഹെഡഡ് ആയിട്ടുള്ളതോ ഹെക്സണൽ ഹെഡഡ് ആയിട്ടുള്ള നട്ടുകൾ, ബോൾട്ടിന്റെ ഹെഡൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ഒക്കെ നമ്മൾ സഹായിക്കുന്നത്. സംശയമൊന്നും വേണ്ട. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. സോ സ്പാനേഴ്സ് ആർ യൂസ്ഡ് സ്പാനേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ അല്ലെ. അതായത് ഫോർജിങ് പ്രോസസ്സിലൂടെ നിർമ്മിച്ചിട്ടുള്ള ക്രോം വനേഡിയം സ്റ്റീൽ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ മാനുഫാക്ചറിങ് സ്പാനേഴ്സ്. അതിൽ സ്പാനർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ. ക്രോം വനേഡിയം സ്റ്റീൽ ആണ് നമ്മൾ ഇത്തരത്തിൽ സ്പാനർ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഫൈൻ. നെക്സ്റ്റ് ആണ് സിലിണ്ടർ കീ അല്ലെ. സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് സിലിണ്ടർ കീ എന്ന് പറയുന്നത്. ഓക്കെ, സിലിണ്ടർ കീ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ പറയുന്ന സിലിണ്ടറിനുള്ളിൽ ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസ് നമുക്ക് പുറത്തേക്ക് എത്തിക്കണ്ടേ. അപ്പോ പുറത്തേക്ക് മൊത്തമായിട്ട് നമുക്ക് എന്താണ് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ഗ്യാസ് സിലിണ്ടർ ഓപ്പൺ ചെയ്യണ്ടേ. ഓപ്പൺ ചെയ്യുന്നതാണ് നമ്മളുടെ ആ ഒരു കീയുടെ സഹായത്തോടു കൂടി അല്ലെ. ആ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വാൽവ് സോക്കറ്റ് എന്താണ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് സിലിണ്ടർ കീ എന്ന് പറയുന്നത്. സോ സിലിണ്ടർ കീ ആർ യൂസ്ഡ് ടു ഓപ്പൺ ഓർ ക്ലോസ് ദ ഗ്യാസ് സിലിണ്ടർ വാൽവ് സോക്കറ്റ്. എന്തിനു വേണ്ടിയിട്ടാ? ടു പെർമിറ്റ് ഓർ സ്റ്റോപ്പ് ദ ഗ്യാസ് ഫ്ലോ ഫ്രം സിലിണ്ടർ ടു റെഗുലേറ്റർ. അതായത് സിലിണ്ടറിൽ നിന്നും റെഗുലേറ്ററിലേക്ക് ഒരു ഫ്ലോ, ആ ഒരു ഗ്യാസിന്റെ ഫ്ലോ ഓപ്പൺ ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കുന്ന ടൂളാണ് സിലിണ്ടർ കീ എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ. അതായത് സിലിണ്ടറിന്റെ മുകളിൽ ആരുണ്ട്? നമ്മളെ റെഗുലേറ്റർ ഉണ്ട്. അപ്പൊ സിലിണ്ടറിൽ നിന്നും റെഗുലേറ്ററിലേക്ക് നമ്മളുടെ ആ ഒരു ഗ്യാസിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് സിലിണ്ടർ കീ എന്ന് പറയുന്നത്. യൂസ് ദ കറക്റ്റ് സൈസ് ഓഫ് കീ അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സൈസിലുള്ള കീ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനാ അവിടെ? അല്ലെങ്കിൽ നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ടുള്ള കീ യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഡാമേജ് സംഭവിക്കും അല്ലെ. നമ്മൾ ഇത്തരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള കീ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ടൂൾ നമ്മൾ അവിടെ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പോർഷൻസിലൊക്കെ എന്താണ് ഡാമേജസ് സംഭവിക്കും അല്ലെ. സോ യൂസ് ദ കറക്റ്റ് സൈസ് ഓഫ് കീ ടു അവോയ്ഡ് ഡാമേജ് ടു ദ സ്ക്വയർ റോഡ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് ദ വാൽവ്. ഇത്തരത്തിൽ എന്താണ് ആ ഒരു വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ക്വയർ റോഡ് ഉണ്ടാവും. ആ റോഡ് എന്താണ് നാശമായി പോകും, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ദ കീ മസ്റ്റ് ഓൾവേസ് ലെഫ്റ്റ് on the valve socket itself so that the gas flow can be stopped immediately in the case of flashback or backfire. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിക്കുക, എല്ലായ്പ്പോഴും നമ്മൾ ഈ ഒരു കീ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അല്ലെ. നമ്മളറിയാം മെഷീനിങ് ചെയ്യുന്ന സമയത്ത് അല്ലെ, മെഷീൻ ചെയ്യുന്ന സമയത്ത് ചക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചക്ക് കീ ഉണ്ട് അല്ലെ. ചക്ക് കീ അവിടെ എല്ലായ്പ്പോഴും നമ്മൾ അവിടെ വെക്കാറുണ്ടോ? ഇല്ല. നമ്മളത് ചക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ചക്ക് കീ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കാറുണ്ട്. എന്നാൽ ഇവിടെ എങ്ങനെയാണോ? ഇവിടെ ആ ഒരു കീ എങ്ങനെയാണ്? എല്ലായ്പ്പോഴും നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആ ഒരു സ്ലോട്ടിൽ എല്ലായ്പ്പോഴും കീ ഉണ്ടായിരിക്കണം. ആ കീയുടെ ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കീ തപ്പി നടക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കീ അതിനകത്ത് എല്ലായ്പ്പോഴും കാണണം. ആ കീ നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഗ്യാസിന്റെ സപ്ലൈ ഓഫ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. അത് ഇത്തരത്തിൽ ആ ഒരു കാരണം എന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ബാക്ക് ഫയർ എന്നൊക്കെ പറഞ്ഞ ടേമാണ്. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. എനിവേ, നമുക്കൊരു
ഒരു അർജന്റ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ക്ലോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എല്ലായ്പ്പോഴും നമ്മുടെ ആ ഒരു കീ നമ്മളുടെ ആ ഒരു പൊസിഷനിൽ എല്ലായ്പ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായ്പ്പോഴും അവിടെ ആ ഒരു കീ കാണണം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ സിലിണ്ടർ കീയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അത് നമ്മളുടെ ആ ഒരു സിലിണ്ടറും അതുപോലെ തന്നെ നമ്മളുടെ റെഗുലേറ്ററിനും ഇടയിലുള്ള ഒരു കണക്ഷനാണ് ഈ പറയുന്ന സിലിണ്ടർ കീ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ. അതായത് ഗ്യാസിന്റെ ഫ്ലോ കട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ആ കീയുടെ സഹായം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. കറക്റ്റ് സൈസ് ആയിട്ടുള്ള കീ നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും ആ ഒരു കീ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. പെട്ടെന്ന് എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കീ എപ്പോഴും അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ആണ് ഒരു ടൂള് ചിപ്പിംഗ് ഹാമർ എന്ന് പറയുന്നത്. അപ്പൊ ചിപ്പിംഗ് ഹാമർ പൊതുവെ നമ്മൾ ഇത്തരത്തിൽ വെൽഡിങ്ങിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ വെൽഡിങ് ചെയ്തതിനു ശേഷം അവിടെ സ്ലാഗ് ഒക്കെ ആ ഒരു സൈഡിലായിട്ടൊക്കെ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വെൽഡ് ചെയ്തു നിരിക്കട്ടെ അപ്പൊ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സ്ലാഗുകളൊക്കെ വന്ന് വീഴാനുള്ള സാധ്യത, ഇത്തരത്തിൽ മോൾട്ടൺ മെറ്റലൊക്കെ വന്നിട്ട് തെറിച്ച് ഈ ഭാഗത്തേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ തെറിച്ച് വീഴുന്ന മോൾട്ടൺ മെറ്റൽ അവിടെ തണുത്ത് അവിടെ ചെറിയൊരു പോർഷൻ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാകും. അതിനെ ചിപ്പ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചിപ്പിംഗ് ഹാമർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ തൊട്ടു മുന്നേ നമ്മൾ സ്പാനർ കണ്ടിരുന്നു അല്ലെ. സ്പാനർ എന്ത് മെറ്റീരിയൽ ഉണ്ടായിരുന്നു നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കെ. സ്പാനർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഏതായിരുന്നു? യെസ്, കറക്റ്റ് ആണ്. ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീലാണ് നിർമ്മിച്ചിരുന്നത്, സംശയമൊന്നുമില്ല. ഓക്കെ, കറക്റ്റ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കേ, ചിപ്പിംഗ് ഹാമർ നിർമ്മിച്ചിരിക്കുന്ന എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? മീഡിയം കാർബൺ സ്റ്റീലാണ് അല്ലെ. മീഡിയം കാർബൺ സ്റ്റീലാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, അതിന്റെ ഹാൻഡിൽ അല്ലെ, ഇത്തരത്തിൽ അങ്ങനെ എടുത്തു ചോദിക്കുന്നൊന്നുമില്ല. ഹാൻഡിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ അല്ലെ, ഇത്തരത്തിൽ മൈൽഡ് സ്റ്റീലാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ ക്വസ്റ്റിനകത്തൊക്കെ വേരിയേഷൻ വരുന്ന സമയത്ത് ഹാൻഡിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, ചിപ്പിംഗ് ഹാമർ ഹാൻഡിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ചിപ്പിംഗ് ഹാമർ മെയ്ഡ് അപ്പ് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ. ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എന്തുണ്ടാകും? ഈ പറയുന്ന മീഡിയം കാർബൺ സ്റ്റീൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ലോ കാർബൺ, നമുക്ക് സ്റ്റീലിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. അപ്പോൾ ഈ ലോ കാർബൺ സ്റ്റീൽ ആണ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മീഡിയം കാർബൺ സ്റ്റീൽ, അതുപോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീൽ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിപ്പിംഗ് ഹാമർ ഹെഡ്, ഇതാണ് നമ്മുടെ ഹാമറിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ നമ്മൾ ഹെഡ് എന്ന് പറയാം, ഹാമർ ഹെഡ് എന്നാണ് പറയാം അല്ലെ. അപ്പോൾ അത്തരത്തിൽ ഹാമർ ഹെഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ. അതുപോലെ തന്നെ നമ്മളുടെ ഹാൻഡിൽ പോർഷൻ നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ കൊണ്ടാണെന്ന് ഓർത്തിരിക്കാം. എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക? അവിടെ ചിപ്പിംഗ് പർപ്പസുകൾക്ക് അല്ലെ. അതായത് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സ്ലാഗ് ഫോം ചെയ്യുന്നുണ്ടാകും. ആ സ്ലാഗ് വന്നിരുന്നിട്ട് തണുത്ത് അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അതിനെ നമുക്ക് അവിടെ നിന്നും തട്ടി കളയേണ്ടതായിട്ടുണ്ട്. ചിപ്പ് ചെയ്ത് അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന ടൂളാണ് ചിപ്പിംഗ് ഹാമർ എന്ന് പറയുന്നത്. സോ യൂസ്ഡ് ടു റിമൂവ് സ്ലാഗ് ഫ്രം ദ ഡിപ്പോസിറ്റൽ വെൽഡ് ബീഡ് അല്ലെ. ആ ഒരു വെൽഡ് ബീഡിന്റെ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സ്ലാഗിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മളുടെ ടൂളാണ് ചിപ്പിംഗ് ഹാമർ എന്ന് പറയുന്നത്. മെയ്ഡ് അപ്പ് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ, അതിന്റെ ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ്. ഓക്കെ, അതിന് രണ്ട് എഡ്ജുകൾ ഉണ്ടാവും. ഒന്ന് ചിസൽ എഡ്ജും ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എഡ്ജ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഇത്തരത്തിൽ ചിസലും ഉണ്ട്, പോയിന്റഡ് ആണ്. അപ്പം ഇവിടെ നോക്കി, ഇതിന്റെ മുകൾ പോർഷൻ ഇതാണ് പോയിന്റഡ് എഡ്ജ്, ഇവിടെ എന്തായിരിക്കും? ചിസൽ എഡ്ജ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ ചിസൽ എഡ്ജ് അറ്റ് വൺ എൻഡ് ആൻഡ് പോയിന്റ് ഓൺ ദ അതർ എൻഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ചിപ്പിംഗ് ഹാമർ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ നമ്മളിവിടെ ടൂള് പഠിച്ചതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ സ്പാനർ കണ്ടു. അതിനുശേഷം നമ്മൾ എന്താ കണ്ടേ? സിലിണ്ടർ കീ. അതിനുശേഷം നമ്മൾ ചിപ്പിംഗ് ഹാമർ കണ്ടു. കഴിഞ്ഞില്ല. നെക്സ്റ്റ് ആണ് വയർ ബ്രഷ്. എന്താണ് വയർ ബ്രഷ്? വയർ ബ്രഷിന്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ദ സർഫസ് ഫ്രം റസ്റ്റ്, ഓക്സൈഡ്സ് ആൻഡ് അതർ റസ്റ്റുകൾ അല്ലെ. ഇത്തരത്തിൽ പ്രധാനമായിട്ടും അവിടെ ഉണ്ടാകുന്ന തുരുമ്പ്, നമ്മൾ സർഫസിലൊക്കെ നമ്മൾ തുരുമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലീനിങ് പർപ്പസുകൾക്കാണ് നമ്മൾ ഇത്തരത്തിൽ വയർ ബ്രഷുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. യൂസ്ഡ് ഫോർ cleaning the work surface from rust, oxides and other types of rust. Okay, fine. The stainless steel wire brush is used for cleaning non-ferrous and stainless steel for welded joint. Okay, ശ്രദ്ധിക്കുക. നമ്മള് ഈ പ്രധാനമായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള രണ്ട് തരത്തിൽ നമ്മൾ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള സ്റ്റീൽ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള വയർ ബ്രഷുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് കാർബൺ വയർ ബ്രഷുകൾ അവൈലബിൾ ആണ്. ഇത്തരത്തിൽ കാർബൺ മെറ്റീരിയൽ കൊണ്ട് കാർബൺ
വയർ ബ്രഷ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ SS സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ 2 തരത്തിലുള്ള ബ്രഷുകളുണ്ട്. ഒന്ന് കാർബൺ ബ്രഷ്, 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രഷ്. ഈ കാർബൺ വയർ ബ്രഷ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഫോർ ഫെറസ് മെറ്റൽസ്. എന്താണ് ഈ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ? പ്രധാനമായിട്ടും അയൺ ആണ് നമ്മളുടെ കണ്ടന്റ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ, അല്ലെ? അത്തരത്തിൽ അയൺ കണ്ടന്റ്, അയൺ ആണ് പ്രധാനമായിട്ടുള്ള ഒരു മെറ്റൽ എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മളുടെ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് നമ്മുടെ എവിടെ യൂസ് ചെയ്യുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് എന്ന് പറയുന്നത് നമ്മൾ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നോൺ ഫെറസ് ആണെന്നുണ്ടെങ്കിൽ, നോൺ ഫെറസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അലൂമിനിയോ അല്ലെങ്കിൽ കോപ്പറോ അല്ലെങ്കിൽ ബ്രാസോ, ബ്രോൺസോ അങ്ങനെയൊക്കെ ഉള്ള എന്താണ് നോൺ ഫെറസ് മെറ്റൽസ് ആണ് നമ്മൾ അവിടെ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നമ്മളെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള പൊതുവെ വയർ ബ്രഷ് എന്ന് പറഞ്ഞാൽ എന്തിനു യൂസ് ചെയ്യുന്നു? ക്ലീനിങ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നു. അത്രയും മതി. ക്ലീനിങ് പർപ്പസുകൾക്കാണ് നമ്മൾ വയർ ബ്രഷ് യൂസ് ചെയ്യുന്നത്. അവിടെ റസ്റ്റോ ഓക്സൈഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ വയർ ബ്രഷ് തന്നെ 2 തരത്തിലുണ്ട്. വയർ ബ്രഷ് തന്നെ എന്താണ്? കാർബൺ വയർ ബ്രഷും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വയർ ബ്രഷും ഉണ്ട്. ഓക്കെ, SS കൊണ്ടുള്ള വയറുകളായിരിക്കും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ കാർബൺ കൊണ്ടുള്ള വയറുകളായിരിക്കും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കാർബൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വയർ ബ്രഷുകളാണെന്നുണ്ടെങ്കിൽ അത് ഫെറസ് മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു. എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വയർ ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ അത് നോൺ ഫെറസ് വർക്ക് പീസുകൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് ഓർത്തിരിക്കാം. അപ്പോൾ വയർ ബ്രഷുമായി ബന്ധപ്പെട്ട് മനസ്സിലായി. നെക്സ്റ്റ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടോൺസ്. ഈ ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ചൂടായിട്ടുള്ള, അപ്പോൾ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് ഉണ്ടാകും. ഹീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ആ ഒരു വർക്ക് പീസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതായത് പിടിക്കേണ്ടതായിട്ടുണ്ട്. സോ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ടോൺസ് എന്ന് പറയുന്നത്, അല്ലെ? ഇത്തരത്തിൽ ടോൺസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ടോൺസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ വളരെ ചൂടായിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ഹോട്ട് വർക്ക് ഇൻ ഗ്യാസ് വെൽഡിംഗ് ഓർ കട്ടിംഗ്. അത് ഗ്യാസ് വെൽഡിങ്ങിന് നിർബന്ധമൊന്നുമില്ല. അത് വെൽഡിംഗ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള വെൽഡിംഗ് ആയാലും ഫോർജിങ് ആയാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ടോൺസ് എന്ന് പറയുന്നത്. ചൂടായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് നമുക്ക് തൊടാൻ പറ്റാത്ത ഉള്ള വർക്ക് പീസുകളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ടോൺസ് എന്ന് പറയുന്നത്. ടോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിപ്പിംഗ് ഹാമറിന്റെ ഹാൻഡിൽ എന്ത് മെറ്റീരിയൽ ആയിരുന്നു? മൈൽഡ് സ്റ്റീൽ ആണ്, സംശയമൊന്നുമില്ല. ചിപ്പിംഗ് ഹാമർ നിർമ്മിച്ചിരിക്കുന്നത്, നിങ്ങളോട് ചോദിക്കുകയാണ്, ചിപ്പിംഗ് ഹാമർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, നമുക്ക് പറയാം അത് മീഡിയം കാർബൺ സ്റ്റീൽ. അപ്പം നമ്മുടെ ഈ സ്റ്റീലിനെ പ്രധാനമായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ലോ അല്ലെങ്കിൽ മൈൽഡ് കാർബൺ സ്റ്റീൽ ഉണ്ട്, അതുപോലെ തന്നെ മീഡിയം കാർബൺ സ്റ്റീൽ ഉണ്ട്, അതുപോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീൽ ഉണ്ട്. ഇതിന്റെ പ്രത്യേകതകൾ അറിയാം. ഇതിന്റെ കാർബൺ കണ്ടന്റ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ എക്സാമിനും നമ്മുടെ വെൽഡർ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? കാർബൺ, അതായത് ലോ അല്ലെങ്കിൽ മീഡിയം കാർബണിന്റെ പ്രത്യേകത, കാർബൺ പെർസെന്റേജ് എത്രയായിരിക്കും? 0.1 to 0.3. യെസ്, ഏകദേശം നമുക്കൊരു നമുക്ക് പറയാം അപ് ടു 0.3%, അല്ലെ? അപ് ടു 0.3% നമുക്ക് ആ ഒരു കാർബൺ കണ്ടന്റ് പറയാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഏകദേശം 0.3 to 0.6%, അല്ലെ? ഏകദേശം ഒരു കണക്കാണ്. 0.3 to ഏകദേശം 0.6% ആയിരിക്കും മീഡിയം കാർബൺ വരുന്നുണ്ടാവുക. ഏകദേശം 0.6 to 1.5 അല്ലെങ്കിൽ 1.2, 0.6 to 1.2 അല്ലെങ്കിൽ 1.5% ഒക്കെ വരെ നമുക്ക് ഹൈ കാർബൺ സ്റ്റീൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇത് റേഞ്ച് ആണ്, കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു റേഞ്ച് ഓർത്തിരുന്നാൽ മതി. ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ അപ് ടു 0.3% നമുക്ക് പറയാൻ പറ്റും, ടു 0.3% കാർബൺ. മീഡിയം കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റീൽ എന്ന് പറയുന്നത് അയണിന്റെയും കാർബണിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഇറ്റ്സ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ ആണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ബേസിക്കലി സ്റ്റീൽ എന്ന് പറയുന്നത് അയണിന്റെയും കാർബണിന്റെയും ഒരു അലോയ് ആണ്. അതിനകത്ത് തന്നെ കാർബൺ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ എന്നൊക്കെ പറയുന്നുണ്ടാവുക. അപ്പൊ കാർബണിന്റെ പെർസെന്റേജ് അനുസരിച്ച് നമ്മൾ ഓരോന്നിനും പല സ്റ്റീലുകൾ എന്ന് പറയുന്നു. അപ്പൊ കാർബണിന്റെ ആ ഒരു റേഞ്ച് ആണ്, പെർസെന്റേജ് റേഞ്ച് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏകദേശം 0.3 വരെ നമുക്ക് ലോ കാർബൺ സ്റ്റീൽ, 0.1 to 0.3% നമുക്ക് പറയാം ലോ കാർബൺ സ്റ്റീൽ. മീഡിയം കാർബൺ സ്റ്റീൽ ഏകദേശം 0.3 to 0.6 റേഞ്ച് നമുക്ക് മീഡിയം കാർബൺ സ്റ്റീൽ പറയാം. അതിനുശേഷം വരുന്ന 0.6 to 1.5 റേഞ്ച് അല്ലെങ്കിൽ അപ് ടു 2% ഒക്കെ പറയാറുണ്ട്. എന്നാലും ഓർത്തിരുന്നാൽ മതി. 0.6 to 1.5% കാർബൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ
ഹൈ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സ്റ്റീലുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ കാര്യം അങ്ങനെയുള്ള സ്റ്റീലുകൾ വന്നു അല്ലെ. സ്റ്റീലൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെറ്റീരിയൽസ്. സോ അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എനിവേ നമുക്കത് മെറ്റീരിയൽസ് പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് മൈൽഡ് സ്റ്റീൽ നമ്മൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ, മൈൽഡ് അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ എന്ത് നിർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്നു? ടോൺസ് നിർമ്മിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ചിപ്പിംഗ് ഹാമർ നിർമ്മിക്കുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ, ചിപ്പിംഗ് ഹാമറിന്റെ ഹാൻഡിൽ നിർമ്മിക്കുന്നത് ലോ കാർബൺ സ്റ്റീൽ. ക്രോം വനേഡിയം ഇത്തരത്തിൽ നമ്മൾ നേരത്തെ കണ്ടു, ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ എന്ത് നിർമ്മിക്കുന്നത്? നമ്മളുടെ സ്പാനേഴ്സ് നിർമ്മിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ടൂളുകൾ. അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത് സ്പാർക്ക് ലൈറ്റർ. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രാക്ടിക്കൽ ആക്കി അല്ലെങ്കിൽ നമ്മളൊരു വെൽഡിംഗ് ഷോപ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന എന്തുണ്ടാവും? ആ വെൽഡർ നമ്മളുടെ ആ ഒരു വാൽവൊക്കെ അല്ലെങ്കിൽ നമ്മൾ വെൽഡിംഗ് ടോർച്ചൊക്കെ നമ്മൾ ഓപ്പൺ ആക്കിക്കൊണ്ട് ജസ്റ്റ് ഫ്ലെയിം വരുന്നുണ്ടാവും. ഫ്ലെയിം വരുന്ന സമയത്ത് ആ ഒരു ടോർച്ചിന്റെ നോസിലൂടെ ഓപ്പൺ ആക്കുന്നു, അവിടെ ഗ്യാസ് വരുന്നു. അപ്പൊ നമ്മൾ സാധാരണ ലൈറ്റർ അല്ലെ, നമ്മൾ സാധാരണ സിഗരറ്റ് ലാമ്പോ അല്ലെങ്കിലോ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ വെച്ചിട്ട് കത്തിക്കുന്നുണ്ടാവുക. ശരിക്കും അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെ സ്പാർക്ക് ലൈറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് കത്തിക്കേണ്ടതായിട്ടുള്ളത്. സ്പാർക്ക് ലൈറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നെവർ യൂസ് മാച്ചസ്. അവിടെ എന്താണ് ഇത്തരത്തിലുള്ള തീപ്പെട്ടിക്കൊള്ളിയോ അല്ലെങ്കിൽ സിഗരറ്റ് ലാമ്പോ അതൊന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യരുത്. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ശ്രദ്ധിക്കുക, അവിടെ എന്താണ് സ്പാർക്ക് ലൈറ്റർ എന്ന് പറയുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. ആ ഒരു ലൈറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കത്തിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ടോർച്ച് ഇഗ്നൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. Spark lighters are used for igniting the torch. ആ ഒരു ടോർച്ച് ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലെയിം ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് സ്പാർക്ക് ലൈറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ നോക്കി, ഇവിടെ ചെറിയൊരു സ്പ്രിംഗ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്പ്രിംഗ് ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് ജസ്റ്റ് വിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ഫ്ലിന്റിനകത്ത് അവിടെ ഒരു ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യും. ആ ഫ്രിക്ഷൻ കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു സ്പാർക്ക് കിട്ടും. ആ സ്പാർക്ക് കാരണമാണ് എന്ത് അവിടെ ഈ ഒരു ഫ്ലെയിം കത്തുന്നത് അല്ലെ. ചെറിയൊരു സ്പാർക്ക് വേണമല്ലോ, തീ കത്തുന്നതിന് വേണ്ടി ചെറിയൊരു സ്പാർക്ക് വേണം. ആ സ്പാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്പാർക്ക് ലൈറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. അവിടെ മാച്ചസോ അല്ലെങ്കിൽ സിഗരറ്റ് ലാമ്പോ അങ്ങനെയുള്ള മറ്റ് മെത്തേഡുകളൊന്നുമില്ല. സ്പാർക്ക് ലൈറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഇഗ്നൈറ്റിംഗ് ദ ടോർച്ച്. ഈ ഒരു ടേം ആണ് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ആ ഒരു കപ്പിനുള്ളിൽ നമുക്കൊരു ഫയൽ ഉണ്ടാവും, ചെറിയ ഇത്തരത്തിൽ ഫയൽ ഉണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ ഫ്ലിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? റബ്ബ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ സ്പാർക്ക് ജനറേറ്റ് ചെയ്യും. ആ സ്പാർക്കിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അത് ഇഗ്നൈറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ടൂളാണ് ടിപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. എന്താണ് ടിപ്പ് ക്ലീനർ? ടിപ്പ് ക്ലീനറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം, നോസിൽ ഇത്തരത്തിൽ ആ ഒരു ഫ്ലെയിം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആ ഒരു നോസിലിന്റെ ആ ഒരു ദ്വാരം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിലേക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ ആ സ്പാറ്റേഴ്സ് അല്ലെങ്കിൽ ചെറിയ സ്ലാഗ് ഒക്കെ വന്ന് ഇരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നോസിനുള്ളിലേക്ക് കയറി ഇരിക്കുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വർക്ക് മെറ്റീരിയലിന്റെ അടുത്തേക്കൊക്കെ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? ആ ഒരു സ്ലാഗ് അല്ലെങ്കിൽ മോൾട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മളുടെ ആ ഒരു നോസിനുള്ളിലേക്ക് കയറി ഇരുന്നിട്ട് ആ ഒരു ഹോള് അടയുന്നുണ്ടാവും അല്ലെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹോള് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. നോസിലിന്റെ ടിപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടിപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടൂളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ടൂളാണ് ടിപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. സോ വെൽഡിംഗ് ടോർച്ച് ടിപ്പ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൽഡിംഗ് ടോർച്ചിന്റെ ടിപ്പ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കോപ്പർ കൊണ്ടാണ്. വെൽഡിംഗ് ടോർച്ചിന്റെ ടിപ്പ് കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫോർ ഈച്ച് ദർ ഇസ് എ കൈൻഡ് ഓഫ് ഡ്രിൽ ആൻഡ് സ്മൂത്ത് ഫയൽ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ആ ഓരോ ടോർച്ചിന്റെ ടിപ്പ് കോപ്പർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ടിപ്പ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രില്ലും അതുപോലെ തന്നെ ഒരു സ്മൂത്ത് ഫയലും നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ഇത്തരത്തിലൊരു ഡ്രില്ല് ഉദ്ദേശിക്കുന്നത് ഇതാണ് സംഗതി. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ടൂളിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ടിപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിൽ പോർഷൻ ഉണ്ടാവും, അതിനുശേഷം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ പോർഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഓരോ സൈസ് അനുസരിച്ച്, അതായത് നമുക്ക് നോസിലിന്റെ ടിപ്പിന്റെ ഹോളിന്റെ സൈസ് അനുസരിച്ച് ഓരോന്നിനും പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്
ടിപ്പുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ടിപ്പ് ക്ലീനറുകളുണ്ട്. ആ ഓരോ ടിപ്പ് ക്ലീനർ നമുക്ക് ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് വേണം നമ്മൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഒരു സെറ്റ് ഓഫ് ഡിഫറെന്റ് സൈസ് ഓഫ് ടിപ്പ് ക്ലീനർ ആയിരിക്കും ഒരു ഹോൾഡറിനകത്ത് ഉണ്ടാവുക. ഒരു ഹോൾഡറിനകത്ത് കുറെ അധികം നോസിലിന് വേണ്ടുന്നുള്ള സൈസിലുള്ള ടിപ്പ് ക്ലീനർ അവൈലബിൾ ആയിരിക്കും. വലിയ ഡയമീറ്റർ മുതൽ ചെറിയ ഡയമീറ്റർ വരെയുള്ള ടിപ്പ് ക്ലീനർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് വേണം ആ ഒരു ടിപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു തവണയൊക്കെ വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവിടെ നമ്മളിപ്പം പ്രോപ്പറായിട്ടൊക്കെ വെൽഡ് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നോസിന്റെ ടിപ്പൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ മോൾട്ടൺ നമ്മളുടെ ആ ഒരു വെൽഡഡ് ജോയിന്റിനുള്ളിലേക്കോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ മോൾട്ടൺ മെറ്റൽ എങ്ങോട്ട് കോൺടാക്റ്റിൽ വരും? നമ്മുടെ ടിപ്പിലേക്ക് കോൺടാക്ട് വരും. അപ്പൊ ടിപ്പിനുള്ളിലേക്ക് ചിലപ്പോൾ അത് വന്നിരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഹോൾ അടഞ്ഞു പോകാനോ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനും ആ ഒരു ഹോൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ടിപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ടിപ്പ് ക്ലീനേഴ്സ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അത്തരത്തിൽ ആ ഒരു ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്തിരിക്കാം. ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു പോയിന്റ്, വെൽഡിംഗ് ടോർച്ച് ടിപ്പ് ആർ മെയ്ഡ് ഓഫ് കോപ്പർ അല്ലെ. ഇത്തരത്തിൽ വെൽഡിംഗ് ടോർച്ച് ടിപ്പ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടി ഓർത്തിരിക്കാം. ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണോ? ടിപ്പ് ക്ലീനർ വരെ ഓക്കെ ആണോ? അപ്പോ കുറേയധികം ടൂൾസുകളൊക്കെ നമ്മൾ പറഞ്ഞോളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ടിപ്പ് ക്ലീനർ കണ്ടു, സ്പാർക്ക് ലൈറ്റർ, അതുപോലെ തന്നെ ടോൺസ്, വയർ ബ്രഷ്, അതുപോലെ തന്നെ ചിപ്പിംഗ് ഹാമർ, സിലിണ്ടർ കീ, ഗ്യാസ് വെൽഡിംഗ് ടൂളുമായി ബന്ധപ്പെട്ട് സ്പാനർ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടൂളുകളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇത്രയും ടൂളുകൾ അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ടൂളുകളാണ്. അപ്പൊ ടോൺസ് എന്തിനു യൂസ് ചെയ്യുന്നു, എന്ത് മെറ്റീരിയൽ നിർമ്മിക്കാം? ടോൺസ് എന്ന് പറയുന്നത് ചൂടായിട്ടുള്ള നമ്മുടെ വർക്ക് പീസുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൈൽഡ് സ്റ്റോൺ ആണെന്നുള്ള പഠിച്ചു. ഓക്കെ, ഫൈൻ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബ്ലോ പൈപ്പ് ആൻഡ് നോസിൽ. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ സിലിണ്ടർ കണ്ടു. സിലിണ്ടറിന് മുകളിൽ നമ്മളുടെ റെഗുലേറ്ററിൽ നിന്നും യൂണിയൻ വഴി നമ്മളുടെ ഹോസിലേക്ക് കണക്ഷൻ വരുന്നു. ഹോസിന്റെ ഒരെൻഡ് വന്നിട്ട് എന്തായിരിക്കും? മറ്റൊരു എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് പൈപ്പിലേക്കായിരിക്കും അല്ലെ. ബ്ലോക്ക് പൈപ്പ് അല്ലെങ്കിൽ ടോർച്ച് എന്ന് പറയാറുണ്ട് അല്ലെ. ടോർച്ച്, ആ ടോർച്ചിലേക്കായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിനെ വെൽഡിംഗ് ബ്ലോക്ക് പൈപ്പ് എന്നാണ് വിളിക്കുക. എന്താണ്? വെൽഡിംഗ് ബ്ലോക്ക് പൈപ്പ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ വെൽഡിംഗ് ബ്ലോക്ക് പൈപ്പ്, അതിനോട് ചേർന്ന് അവസാനമായിട്ട് നോസിൽ ഉണ്ടാവും അല്ലെ. നോസിൽ എവിടെയാണ് നമ്മൾ ടിപ്പ് പറഞ്ഞത്? നോസിൽ എന്ന് പറഞ്ഞാൽ ആ ടിപ്പ്, അതായത് അവിടെയാണ് നമ്മുടെ ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നോസിലിന്റെ ടിപ്പ്. അവിടെയാണ് നമ്മളിപ്പോ എന്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടാവുക? ടിപ്പ് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു എൻഡിലായിട്ടായിരിക്കും നമ്മൾ ടിപ്പ് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ വെൽഡിംഗ് ബ്ലോക്ക് പൈപ്പ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ വെൽഡിംഗ് ബ്ലോക്ക് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ആ ഒരു വെൽഡിംഗ് ബ്ലോക്ക് പൈപ്പ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, blow pipe and nozzle used to control and mix the oxygen and acetylene gas to the required proportion. Okay, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലോക്ക് പൈപ്പ് യൂസ് ചെയ്യുന്നത്? ബ്ലോക്ക് പൈപ്പ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ സിലിണ്ടറിൽ നിന്നും വരുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? ഓക്സിജനും ഉണ്ടാകും, അതുപോലെ തന്നെ അസറ്റിലും ഉണ്ടാകും. ഈ ഓക്സിജനും അസറ്റിലും നമ്മളുടെ ആ ഒരു ഹോസ് വഴി അകത്തേക്ക് വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് ഓക്സിജനും കാണാം, അസറ്റിലും കാണാം. അപ്പം രണ്ട് ഹോസ് വഴി എന്താണ് നമ്മളുടെ ബ്ലോ പൈപ്പിലേക്ക് നമ്മളുടെ ഗ്യാസസ് വരികയാണ്. ഇനി ഈ വരുന്ന ഗ്യാസസിനെ നമുക്ക് എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. അതായത് വേണ്ടുന്ന പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യണം. ആ വേണ്ടുന്ന പ്രൊപ്പോർഷനിൽ നമുക്ക് മിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാർട്ടാണ് നമ്മളുടെ വെൽഡിംഗ് ബ്ലോക്ക് പൈപ്പ് എന്ന് പറയുന്നത്. സോ വെൽഡിംഗ് ബ്ലോക്ക് പൈപ്പ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ആൻഡ് മിക്സ് ദ ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഗ്യാസ്. ഇത്തരത്തിൽ ഓക്സിജൻ ഗ്യാസിനെയും അസറ്റിലിൻ ഗ്യാസിനെയും വേണ്ടുന്ന രീതിയിൽ മിക്സ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാണ് ബ്ലോക്ക് പൈപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ആൻ ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ കൺട്രോൾ വാൽവ് അല്ലെ. ഈ പറയുന്ന ഓക്സിജനെ കൺട്രോൾ ചെയ്യാനും അസറ്റിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം വാൽവുകളുണ്ട്. സോ വാൽവിന്റെ പ്രത്യേകത അറിയാലോ, വാൽവ്സ് ആർ യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് അല്ലെ. യഥാർത്ഥത്തിൽ ഫ്ലൂയിഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൽവുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ഫ്ലൂയിഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. ഗ്യാസ് എന്ന് പറയുന്നത് എന്താ? ഒരു ഫ്ലൂയിഡ് തന്നെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ ഗ്യാസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജനെ കൺട്രോൾ ചെയ്യാൻ ഓക്സിജൻ വാൽവ് ഉണ്ടാവും, അസറ്റിനെ കൺട്രോൾ ചെയ്യാനും അസറ്റിൻ വാൽവ് അവൈലബിൾ ആണ്. സോ അത്തരത്തിൽ രണ്ട് വരുന്നതിനെയും ഈ പറഞ്ഞ ഇതിൽ രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വാൽവുകൾ ഉണ്ടാകും. രണ്ട് വാൽവുകൾ വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്തു.
കൺട്രോൾ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ മിക്സിംഗ് ചേമ്പറിലേക്ക് വിടുകയാണ് അല്ലെ. മിക്സിംഗ് ചേമ്പറിലേക്ക് വിട്ട് നമ്മൾ എന്താണ് വേണ്ടുന്ന രീതിയിൽ പുറത്തേക്ക് നമ്മൾ എടുക്കും അല്ലെ, പുറത്തേക്ക് നമ്മൾ എടുക്കും. അപ്പോ ഈ പറഞ്ഞ പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് അതിന്റെ നോസിൽ കാണാൻ സാധിക്കും. ഇത് നമ്മൾ നോസിൽ കാണാൻ സാധിക്കും. ആ നോസിലിന്റെ ഒരു ബെൻഡ് പോർഷൻ ഉണ്ട് അല്ലെ, നോസിലിന്റെ ബെൻഡിങ് ആംഗിൾ എത്രയാണ്, എത്ര ഡിഗ്രിയിലാണ് അവിടെ ബെൻഡ് ചെയ്തിരിക്കുന്നത്, 120 ഡിഗ്രിയാണെന്ന് ഓർത്തിരിക്കാം അല്ലെ. ഇത്തരത്തിൽ ബ്ലോ പൈപ്പ് അല്ലെങ്കിൽ നോസിൽ പോർഷൻ എത്ര ഡിഗ്രിയാണ് ചരിഞ്ഞിരിക്കുന്നത്, 120 ഡിഗ്രിയാണ് അവിടെ ചരിഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള എന്താണ് നോസിലുകളും കണ്ടിട്ടുണ്ടാവും, ഇത്തരത്തിലുള്ള നോസിലുകളും കണ്ടിട്ടുണ്ടാവും. ഇവിടെ നോസിൽ എത്രയാണ്, 90 ഡിഗ്രിയാണ് ചരിഞ്ഞിരിക്കുന്നത്. ഈ 90 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന നോസിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ബ്ലോ പൈപ്പ് കണ്ടിട്ടുണ്ടോ? കട്ടിങ്ങിന് വേണ്ടി. കട്ടിങ്, യെസ് കറക്റ്റ് ആണ്. യെസ്, കട്ടിങ്ങിന് വേണ്ടി ശ്രദ്ധിക്കുക. 90 ഡിഗ്രി ആണ് അവിടെ ചരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു, കട്ടിംഗ് പർപ്പസുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഗ്യാസ് കട്ടിംഗ് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന വെൽഡിംഗ് ബ്ലോ പൈപ്പ് നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെ ഈ പറയുന്ന 120 ഡിഗ്രി ആയിരിക്കത്തില്ല, അവിടെ എന്താണ് 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, 90 ഡിഗ്രി ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, നമ്മളുടെ വെൽഡിംഗ് നോസിലാണെന്നുണ്ടെങ്കിൽ 120 ഡിഗ്രി ആയിരിക്കും അവിടെ ബെൻഡിങ് ഉണ്ടാവുക. കട്ടിംഗ് നോസിലാണെന്നുണ്ടെങ്കിൽ അവിടെ 90 ഡിഗ്രി ആയിരിക്കും ബെൻഡ് ഉണ്ടാവുക അല്ലെ. അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ആംഗിൾ ഓഫ് വെൽഡിംഗ് നോസിൽ വിത്ത് നെക്ക് ഈസ് 120 ഡിഗ്രി അല്ലെ. ഇത്തരത്തിൽ ആ ഒരു നെക്കുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആ ഒരു വെൽഡിംഗ് നോസിലിന്റെ ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രി ആണെന്ന് ഓർത്തിരിക്കാം. ഇറ്റ് ഡയറക്ട് ദ ഹൈ പ്രഷർ ഫ്ലോ ഓഫ് ഗ്യാസ് ഇൻ ടു ദ വർക്ക് അല്ലെ. ഇത്തരത്തിൽ ഹൈ പ്രഷറൈസ് വരുന്ന ആ ഒരു ഗ്യാസിനെ നമ്മുടെ വർക്ക് പീസിലേക്ക് നമ്മളെ എന്താണ് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു, കൃത്യമായിട്ട് അതിനെ ഡയറക്ഷൻ കൊടുക്കുന്നത് ഇതിലൂടെയാണ്, ഈ പറയുന്ന നോസിലൂടെയാണെന്ന് ഓർത്തിരിക്കാം. ദ ഗ്യാസ് വെൽഡിംഗ് നോസിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, നമ്മൾ തൊട്ടുമുന്നേ കണ്ടിരുന്നു, കോപ്പർ അല്ലെ. ഇത്തരത്തിൽ കോപ്പർ മെറ്റീരിയൽ കൊണ്ടാണ് ഗ്യാസ് വെൽഡിംഗ് നോസിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് നോസിൽ അല്ലെങ്കിൽ വെൽഡിംഗ് നോസിൽ ടിപ്പും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, കോപ്പർ കൊണ്ടാണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഗ്യാസ് വെൽഡിംഗ് നോസിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ. ഗ്യാസ് വെൽഡിങ്ങിന്റെ നോസിലിന്റെ ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രി. അവിടെ എത്ര വാൽവുകൾ ഉണ്ട്, അവിടെ 2 വാൽവുകൾ ഉണ്ട് അല്ലെ, 2 വാൽവുകൾ ഉണ്ട്. അപ്പൊ അസറ്റിന് ഒരു വാൽവ് ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജനും കൺട്രോൾ ചെയ്യാനുള്ള വാൽവുകൾ ഉണ്ട്. ഓക്കെ ആണേ. അപ്പൊ അത്തരത്തിലുള്ള പോയിന്റുകളാണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബ്ലോ പൈപ്പ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടി. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഒരു നോസിൽ അല്ലെ, പുറത്തേക്ക് വരുന്ന ആ ഒരു ബെൻഡ് ചെയ്തിട്ടുള്ള പോർഷൻ ഒരു നോസിൽ. അപ്പൊ നോസിലിന്റെ ആ ഒരു നോസിലിനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ നോസിലിന്റെ സൈസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നോക്കാം, അല്ലെങ്കിൽ സൈസ് കറസ്പോണ്ടിങ് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സൈസ് ഓഫ് ദ നോസിൽ ആൻഡ് പ്ലേറ്റ് തിക്നെസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്നും എന്താണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന നോസിലിന്റെ സൈസും കറസ്പോണ്ടിങ് പ്ലേറ്റ് തിക്നെസ്സും. ഓക്കെ, നമ്മൾ ഈ നോസിൽ സെലക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലേറ്റിന്റെ തിക്നെസ്, നമുക്ക് വെൽഡ് ചെയ്യേണ്ട പ്ലേറ്റിന്റെ തിക്നെസ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്ലേറ്റ്, 2 പ്ലേറ്റ് എന്ന് കൺസിഡർ ചെയ്യുക. ഈ 2 പ്ലേറ്റിന്റെ തിക്നെസ് ഫോർ എക്സാമ്പിൾ ടി, ഈ പറയുന്ന ഇതിന്റെ തിക്നെസ് ആണ് ടി എന്ന് പറയുന്നത്. ആ ടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പ്ലേറ്റിന്റെ തിക്നെസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ആ നോസിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് ദ നോസിൽ അക്കോർഡിംഗ് ടു ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ടു ബി വെൽഡഡ് അല്ലെ. ഇത്തരത്തിൽ നോസിൽ സൈസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡിപ്പെൻഡ് അപ്പോൺ ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ടു ബി വെൽഡഡ് അല്ലെ. നമുക്ക് എന്താണോ വെൽഡ് ചെയ്യേണ്ട പ്ലേറ്റ്, ആ പ്ലേറ്റിന്റെ തിക്നെസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സൈസ് ഓഫ് ദ നോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോയിന്റ് ആണ്, ദാറ്റ് ഈസ് ഒരു നോസിലിന്റെ സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റിന്റെ തിക്നെസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ക്ലിയർ ആണേ. അപ്പൊ ഇവിടെ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നോസിൽ സൈസ് കൊടുത്തിട്ടുണ്ട്, പ്ലേറ്റ് തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. നോസിൽ സൈസ് എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് നമ്പർ ആണ്. ഫോർ എക്സാമ്പിൾ 1ാമത്തെ നമ്പറിലുള്ള നോസിൽ സൈസ് ഏത് തിക്നെസ്സിലുള്ള പ്ലേറ്റിനെ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, 0.8 mm തിക്നെസ് ഉള്ള ആ ഒരു പ്ലേറ്റിനെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറാണ് നോസിൽ നമ്പർ 1. അതുപോലെ തന്നെ 1.2 mm തിക്നെസ് ഉള്ള പ്ലേറ്റിനെ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട നോസിൽ നമ്പറാണ് നമ്പർ 2. 1.6 mm തിക്നെസ് ഉള്ള പ്ലേറ്റിനെ നമ്മൾ വെൽഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നോസിൽ നമ്പറാണ് നമ്പർ 3 എന്ന് പറയുന്നത്. 2.4 ആണെന്നുണ്ടെങ്കിൽ അത് 5 നമ്പറാണ്, അത് നമ്പർ 5 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. 3 mm തിക്നെസ് ഉള്ള പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നോസിൽ നമ്പർ 7. അതുപോലെ 4 ആണെന്നുണ്ടെങ്കിൽ നോസിൽ നമ്പർ 10. 5 mm ആണ് തിക്നെസ് എന്നുണ്ടെങ്കിൽ നോസിൽ നമ്പർ 13 അല്ലെ. അതുപോലെ തന്നെ 6 ആണെന്നുണ്ടെങ്കിൽ 18, 8 ആണെന്നുണ്ടെങ്കിൽ 25 നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കേ, അപ് ടു
25 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ 70. 25 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ 70. ഈ 25 മുകളിലേക്കുള്ള തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ അതിപ്പോ എത്ര ആയിക്കോട്ടെ, 25 mm മുകളിലേക്കാണ് നമ്മളുടെ തിക്നെസ് എന്നുണ്ടെങ്കിൽ വിൽ ഗോ ഫോർ 90. അപ്പോൾ അത് ഓർത്താൽ മതി. മാക്സിമം 90. മാക്സിമം എത്രയാണ്? 90. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക മാക്സിമം സൈസ് ഇവിടെ 90 ആണ് അല്ലെ. അതുപോലെ തന്നെ മിനിമം നമ്പർ 1 ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ആണെന്നുണ്ടെങ്കിൽ 13, 4 10 അല്ലെ, 3 7. ആ ഒരു റേഷ്യോ ഒന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ഏകദേശം നമുക്കത് പഠിക്കേണ്ടതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് അത് കൃത്യമായിട്ട് നമ്മളത് എഴുതി റിവൈസ് ചെയ്യുക, പഠിക്കുക അല്ലെ. അപ്പോൾ അത് മിക്ക എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 mm തിക്നെസ് ഉള്ള പ്ലേറ്റ് വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൈസ് അല്ലെങ്കിൽ നോസിൽ സൈസ് നമ്പർ എത്രയാണ്? 10. 5 ആണെന്നുണ്ടെങ്കിൽ 13, 12 ആണെന്നുണ്ടെങ്കിൽ 45, 25 ആണെന്നുണ്ടെങ്കിൽ 70, 25 മുകളിലാണെങ്കിൽ 90. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. The nostrils are numbered with their consumption of gas in liters per hour. ഈ പറയുന്ന നോസിൽ നമ്പർ കൊടുത്തല്ലോ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 1 2 3 എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് എന്തും കൂടുന്നുണ്ട്, തിക്നെസ് ഓഫ് ദ പ്ലേറ്റും കൂടുന്നുണ്ട് അല്ലെ. രണ്ടും പ്രൊപ്പോർഷനാണ്. ദാറ്റ് ഈസ് നോസിൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് തിക്നെസ്സും വർദ്ധിക്കുന്നുണ്ട്, തിക്നെസ്സും കൂടുന്നുണ്ട്. അതും ഓക്കെ ആണല്ലോ. സോ നോസിൽ ആർ നമ്പേർഡ് വിത്ത് ദെയർ കൺസംഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിറ്റേഴ്സ് പെർ അവർ. അതായത് ഒരു മണിക്കൂറിൽ എന്താണ് എത്രത്തോളം ലിറ്റർ ഗ്യാസ് അതിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമാണ് നമ്മൾ ആ ഒരു നോസിലിന് നമ്പർ കൊടുത്തിരിക്കുന്നത്. The nozzle are numbered with their consumption of gas in liters per hour. ഒരു മണിക്കൂറിൽ ആ പർട്ടിക്കുലർ നോസിലൂടെ കടന്നു പോകുന്ന എന്താണ് എത്ര ലിറ്റർ ഗ്യാസ് ആണോ ആ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ആ ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഒരു മണിക്കൂറിൽ 1 ലിറ്റർ ഗ്യാസ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോസിൽ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്പേഴ്സ് നമ്മൾ എത്രത്തിൽ എന്താണ് ഗ്യാസ് എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു അവറിൽ എത്രത്തോളം ലിറ്റർ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു നോസിലിന് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ സൈസ് ഓഫ് ദ നോസിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ടു ബി വെൽഡഡ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഈ പറയുന്ന 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, ഈ ഒരു ചാർട്ട് മനസ്സിലാക്കുക. 2, ആ ഒരു നോസിന്റെ സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ നോസിൽ നമ്പർ ചെയ്തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണ്. ഓക്കെ, ഫൈൻ. അപ്പോ ഇത്തരത്തിൽ നോസിൽ എന്താന്ന് കണ്ടു അല്ലെ. അപ്പോ ഈ പറയുന്ന ബ്ലോ പൈപ്പ് ആൻഡ് നോസിൽ. ഇപ്പൊ ബ്ലോ പൈപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബ്ലോ പൈപ്സ് ആർ യൂസ്ഡ് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ റെഗുലേറ്റ് ആൻഡ് മിക്സ് ദ എന്താണ് ഗ്യാസസ്. അവിടെ വരുന്ന ഗ്യാസസിനെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മൾ ബ്ലോ പൈപ്പ് യൂസ് ചെയ്യുന്നു. ആ ബ്ലോ പൈപ്പിനകത്ത് തന്നെ അറ്റത്ത് അല്ലെങ്കിൽ എൻഡ് പോർഷനിൽ നമുക്ക് നോസിൽ കാണാൻ സാധിക്കും. ആ നോസിൽ നെക്കോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് കണ്ടു. അതിന്റെ നോസിലിന്റെ സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുള്ളത് നമ്മൾ കണ്ടു. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ബ്ലോ പൈപ്പിന്റെ ടൈപ്പുകളാണ്. പ്രധാനമായിട്ടും ഏതൊക്കെ ടൈപ്പ് ബ്ലോ പൈപ്പുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ബ്ലോ പൈപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് 2 തരത്തിലുള്ള ബ്ലോ പൈപ്പുകളാണുള്ളത്. ഒന്ന് ഹൈ പ്രഷർ ബ്ലോ പൈപ്പും ഉണ്ട്, 2 ലോ പ്രഷർ ബ്ലോ പൈപ്പും ഉണ്ട്. ഓക്കെ, ഹൈ പ്രഷർ ബ്ലോ പൈപ്പും ഉണ്ട്, ലോ പ്രഷർ ബ്ലോ പൈപ്പും ഉണ്ട്. എന്താണ് ഈ ഹൈ പ്രഷറും ലോ പ്രഷറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഒരു നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ആണ്. ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്. അപ്പൊ ഈ ഹൈ പ്രഷർ ബ്ലോ പൈപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോൺ ഇൻജക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ്. ഏതാണ്? ഹൈ പ്രഷർ ബ്ലോ പൈപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോൺ ഇൻജക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ്. ഈ ഇൻജക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, സാധാരണ ഇൻജക്ടേഴ്സ് എവിടെ യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഇൻജക്ടേഴ്സ് എവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക? ഇൻജക്ടേഴ്സ് പൊതുവെ ഓട്ടോമൊബൈലിലൊക്കെ ഇൻജക്ടർ ഉണ്ട് അല്ലെ. ഇൻജക്ടർ എവിടെയാണ് സാധാരണ കാണാറ്? IC എഞ്ചിനകത്തൊക്കെ ഫ്യൂവൽ ഇൻജക്ടർ എവിടെയാണ് ഉണ്ടാവുക? അറിയില്ല സാർ. നമ്മൾ സാധാരണ ഇപ്പൊ ഡീസൽ എഞ്ചിനിലൊക്കെ നമ്മൾ ഡീസൽ ഇൻജക്ടേഴ്സ് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇൻജക്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്ന പ്രഷറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പ്രഷറൈസ് ചെയ്ത് നമുക്കൊരു സ്പ്രേ ഫോമിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻജക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇൻജക്ടേഴ്സ് ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിലവിൽ ഹൈ പ്രഷർ ആണ് ഉള്ളത്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഇൻജക്ടർ ആവശ്യം ഉണ്ടോ? വേണ്ട. അപ്പം ഓർത്തിരുന്നാൽ മതി, ഹൈ പ്രഷർ ബ്ലോ പൈപ്പിനകത്ത് ആരെ വേണ്ട, അവിടെ ഇൻജക്ടറിന്റെ ആവശ്യമില്ല.
ഓൾറെഡി ഹൈ പ്രഷറിലാണ് വരുന്നത്, ആ പ്രഷർ അതുപോലെ അങ്ങ് വിട്ടാൽ മതി അല്ലെ. അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോക്ക് പൈപ്പ്. നോൺ ഇഞ്ചക്ടർ, അവിടെ ഇഞ്ചക്ടർ ഇല്ല എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. കാര്യം അവിടെ പ്രഷറൈസ്ഡ് ആണ്, ഓൾറെഡി പ്രഷർ ഉണ്ട്, നല്ല പ്രഷർ ഉണ്ട്, ഹൈ പ്രഷർ ആണ്. ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ് ആകുമ്പോൾ അവിടെ ഇഞ്ചക്ടർ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് വിളിക്കാം നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോക്ക് പൈപ്പ്. അതാണ്, അതുകൊണ്ട് നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോക്ക് പൈപ്പ് എന്ന് വിളിച്ചു. അപ്പോൾ നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോക്ക് പൈപ്പ് എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈക്വൽ പ്രഷർ ബ്ലോക്ക് പൈപ്പ്. ഈക്വൽ പ്രഷർ ബ്ലോക്ക് പൈപ്പ്. അപ്പൊ 3 പേരുകൾ കണ്ടു അല്ലെ. ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ്, ഹൈ പ്രഷർ ആയതുകൊണ്ട് തന്നെ നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോക്ക് പൈപ്പ്. മറ്റൊരു പേരാണ് ഈക്വൽ പ്രഷർ ബ്ലോക്ക് പൈപ്പ്. അപ്പൊ ഈ ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ് എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? യൂസ്ഡ് ഇൻ ഹൈ പ്രഷർ സിസ്റ്റം ഓഫ് ഗ്യാസ് വെൽഡിംഗ്. ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന ഗ്യാസ് വെൽഡിങ്ങിനകത്ത് 2 സിസ്റ്റമാണ് ഉള്ളത്. ഒന്ന് ഹൈ പ്രഷർ സിസ്റ്റം ഉണ്ട്, ലോ പ്രഷർ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഗ്യാസിന്റെ ജനറേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ പോകും. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, 2 സിസ്റ്റം ഉണ്ടാവും. നമ്മൾ ആ ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസിന്റെ പ്രഷർ അനുസരിച്ച് ഹൈ പ്രഷർ സിസ്റ്റവും ഉണ്ട്, ലോ പ്രഷർ സിസ്റ്റവും ഉണ്ട്. ഹൈ പ്രഷർ സിസ്റ്റത്തിനകത്താണ് നമ്മൾ ഈ പറയുന്ന ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിനെ വിളിക്കുന്ന മറ്റ് 2 പേരുകളാണ് നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോക്ക് പൈപ്പ്, അതുപോലെ തന്നെ ഈക്വൽ പ്രഷർ ബ്ലോക്ക് പൈപ്പ്. ഓക്കെ ആണേ. 2 തരത്തിലുള്ള സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഹൈ പ്രഷർ സിസ്റ്റം ഉണ്ട്, ലോ പ്രഷർ സിസ്റ്റം ഉണ്ട്. ഈ ഹൈ പ്രഷർ സിസ്റ്റത്തിലാണ് ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല? ലോ പ്രഷർ സിസ്റ്റത്തിൽ പറ്റില്ല. ലോ പ്രഷർ സിസ്റ്റത്തിൽ നമുക്ക് ഈ ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, 2 തരത്തിലുള്ള ബ്ലോക്ക് പൈപ്പുകളുണ്ട്. ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പും ഉണ്ട്, ലോ പ്രഷർ ബ്ലോക്ക് പൈപ്പും ഉണ്ട്. ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പിന്റെ പ്രത്യേകത, അവിടെ ഓൾറെഡി ഹൈ പ്രഷറിലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അവിടെ ഇഞ്ചക്ടേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. നോൺ ഇഞ്ചക്ടർ ടൈപ്പ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഈക്വൽ പ്രഷർ ബ്ലോക്ക് പൈപ്പ് എന്നറിയപ്പെടുന്നു. യൂസ്ഡ് ഫോർ ഹൈ പ്രഷർ സിസ്റ്റം അല്ലെ. ഇത്തരത്തിൽ വളരെ ഹൈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ് എവിടെ കൊണ്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ലോ പ്രഷർ സിസ്റ്റത്തിൽ യാതൊരു വിധത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പ്രഷർ ഓഫ് ദ ഓക്സിജൻ ആൻഡ് അസറ്റിൻ ആർ കെപ്റ്റ് ദ സെയിം ആസ് 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ശ്രദ്ധിക്കാം, നമുക്ക് ഈ പറയുന്ന ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്താണ്, ഈ ഓക്സിജന്റെയും അസറ്റിന്റെയും പ്രഷർ സെയിം ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ പ്രഷർ ഓഫ് ദ ഓക്സിജൻ ആൻഡ് അസറ്റിൻ ആർ കെപ്റ്റ് സെയിം ആസ് 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഈ ഓക്സിജന്റെയും അസറ്റിന്റെയും പ്രഷർ നമ്മൾ ഒരേപോലെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈക്വൽ പ്രഷർ ബ്ലോക്ക് പൈപ്പ് എന്ന് വിളിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഈ പറയുന്ന ഓക്സിജന്റെയും അസറ്റിന്റെയും പ്രഷർ ഒരേപോലെ കൊണ്ടുപോകുന്നത് കൊണ്ട്, ഒരേപോലെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ എത്രയാണ് വാല്യൂ? 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജന്റെ പ്രഷർ എത്രയായിരുന്നു? എത്ര കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കേ. 120 മുതൽ 150 ആയിരുന്നു അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. 120 മുതൽ 150 ആയിരുന്നു. ആ 120 മുതൽ 150 എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള സിലിണ്ടർ പ്രഷറാണ്. എന്നാൽ വർക്കിംഗ് പ്രഷറിലേക്ക് വന്നപ്പോൾ എത്രയായി? അത് വളരെ കുറഞ്ഞ് 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അസറ്റിലിൻ സിലിണ്ടറിൽ അസറ്റിലിന്റെ പ്രഷർ എത്ര കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു? 15. ശരിയാണ്, 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 1.5 മെഗാ പാസ്കൽ നമ്മൾ പഠിച്ചു. അപ്പൊ അത്തരത്തിൽ 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തു? അത് അവിടുത്തെ സിലിണ്ടർ പ്രഷറാണ്. ആ സിലിണ്ടർ പ്രഷറിനെ നമ്മൾ വർക്കിംഗ് പ്രഷറിലേക്ക് കൊണ്ടുവന്നപ്പോൾ വളരെ ചെറിയ പ്രഷറേ ഉള്ളൂ, 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഈ പറയുന്ന ഓക്സിജനെയും അസറ്റിലിനെയും ഒരേ പ്രഷറിൽ നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈക്വൽ പ്രഷർ ബ്ലോക്ക് പൈപ്പ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ്, അല്ലെങ്കിൽ നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോക്ക് പൈപ്പ്, അല്ലെങ്കിൽ ഈക്വൽ പ്രഷർ ബ്ലോക്ക് പൈപ്പ് എവിടെ യൂസ് ചെയ്യുന്നു? ഹൈ പ്രഷർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നു. ഈ പറയുന്ന ഹൈ പ്രഷർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, എവിടെ യൂസ് ചെയ്യാൻ കഴിയില്ല? ലോ പ്രഷർ സിസ്റ്റത്തിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു പോയിന്റ്, pressure of oxygen and acetylene are kept the same as 0.15 kilogram per centimeter square. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഈക്വൽ പ്രഷർ ബ്ലോക്ക് പൈപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈ പ്രഷർ ബ്ലോക്ക് പൈപ്പ് തന്നെയാണ്. അത് തന്നെയാണ് നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോക്ക് പൈപ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട്
suitable for using in low pressure system. ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഈ ഒരു ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാര്യം നമുക്കിപ്പോൾ ഉള്ള സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഈ റീസെന്റ് നടന്ന ഷീറ്റ് മെറ്റലിന്റെ എക്സാം ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20-25 ക്വസ്റ്റ്യൻസോളം എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഈ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രഷർ ബ്ലോ പൈപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റുകൾ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുന്നത്. ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ അവിടെ ഇഞ്ചക്ടർ വേണ്ട, അല്ലെങ്കിൽ അത് ഈക്വൽ പ്രഷർ ആണ്. അപ്പൊ ആ ഈക്വൽ പ്രഷർ എത്രയാണ്? 0.15 kg/cm². ആണ്. ഹൈ പ്രഷർ എവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല? ലോ പ്രഷറിൽ സാധിക്കില്ല. പക്ഷേ ലോ പ്രഷർ സിസ്റ്റത്തിൽ ലോ പ്രഷർ ബ്ലോ പൈപ്പ് എവിടെ യൂസ് ചെയ്യാൻ സാധിക്കും? ഹൈ പ്രഷറിലേക്ക് കൊണ്ടുവരും. അത് നമുക്ക് വരുന്ന വഴിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഈക്വൽ പ്രഷർ ടൈപ്പ് ടോർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ആണ്. അപ്പം ഈക്വൽ അല്ലെങ്കിൽ ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ആണ് നമ്മുടെ ചിത്രം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അസറ്റിലിൻ കണക്ഷനും ഉണ്ട്, ഓക്സിജൻ കണക്ഷനും ഉണ്ട്. അപ്പൊ ഇതിലൂടെ അസറ്റിലിൻ വരുന്നുണ്ട്, ഇതിലൂടെ ഓക്സിജൻ വരുന്നുണ്ട്. ആ ഓക്സിജൻ കൺട്രോൾ, ഇതിലൂടെ വരുന്ന ഓക്സിജനെ കൺട്രോൾ ചെയ്യാനുള്ള വാൽവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓക്സിജൻ കൺട്രോൾ വാൽവ് കൊടുത്തിട്ടുണ്ട്. ഈ വഴി വരുന്ന അസറ്റിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അസറ്റിലിൻ കൺട്രോൾ വാൽവ് കൊടുത്തിട്ടുണ്ട്. ഈ വാൽവുകൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? വേണ്ടുന്ന പ്രഷറിലേക്ക് നമ്മൾ എത്തിച്ച് വേണ്ടുന്ന എമൗണ്ട് നമ്മൾ ഇതിലൂടെ കടത്തിവിട്ട് ഇവിടെ ഒരു ചേംബർ ഉണ്ട്, ഗ്യാസ് മിക്സ്ചർ ചേംബർ. ഇവിടെ 2 ഗ്യാസ് ഇവിടെ വരും. ഇവിടെ ഓക്സിജനും അതുപോലെ അസറ്റിലും വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? മിക്സ് ചെയ്യും. മിക്സ് ആയിട്ട് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് ആ ഒരു നോസിൽ, അല്ലെ, ഇതാണ് നമ്മുടെ നോസിൽ. ഇന്റർചേഞ്ചബിൾ നോസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ വർക്ക് പീസിന്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് നോസിൽ മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണ്ടുന്ന നോസിൽ ഇവിടെ എന്താണ് നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 4 mm തിക്നെസ് ഉള്ള പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നോസിൽ നമ്പർ എത്രയായിരുന്നു? 10. സംശയമൊന്നും വേണ്ട, 10 അല്ലെ. 4, 10, 5, 13. ജസ്റ്റ് നമ്മൾ ഒരു പാട്ട് പോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 4, 10, 5, 13. അപ്പൊ നമ്മുടെ സമയം നോക്കാറില്ല. 4, 10 അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ 4 mm തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നോസിൽ നമ്പർ 10 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ 10 യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വർക്ക് പീസിന്റെ തിക്നെസ് 5 ആണെന്നുണ്ടെങ്കിൽ അവിടെ 13 യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും അത് മാറ്റിയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോസിൽ ഇവിടെ കാണുന്നുണ്ടല്ലേ നിങ്ങൾ. അപ്പൊ ഇതാണ് സംഗതി, എന്ത് ഈക്വൽ ഓർ ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മറ്റൊരു ചിത്രം കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഗ്യാസ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നോക്കി, സെൻട്രലിൽ കൂടി അസറ്റിലിൻ വരുന്നുണ്ട്, സൈഡിൽ കൂടി ഓക്സിജൻ വരുന്നുണ്ട്. അവിടെ രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് പുറത്തേക്ക് അസറ്റിലിൻ പ്ലസ് ഓക്സിജൻ, നമ്മുടെ ഫ്യൂവലും അതുപോലെ തന്നെ ഓക്സിജനോടെ ചേർന്നിട്ടുള്ള ഗ്യാസ് പുറത്തേക്ക്. അപ്പൊ ഇത്തരത്തിൽ ഈക്വൽ പ്രഷർ ടൈപ്പ് ആണ് നമ്മുടെ ടോർച്ച് എന്ന് പറയുന്നത്. 0.15 kg/cm² നമുക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ? സാർ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, ഈ സാർ പറഞ്ഞില്ലേ ഈ ഹൈ പ്രഷർ വർക്ക് ബ്ലോ പൈപ്പിലാകുമ്പോഴേ ഈ പൈപ്പ് വർക്ക് ചെയ്യുമ്പോൾ 0.15 kg/cm² ആണ് ഗ്യാസ് ഉപയോഗിക്കുന്നത് അല്ലേ സാർ? അതെ. അതെ. അപ്പൊ ഈ പറഞ്ഞ നമ്മൾ അത്രയും പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത്രയും, അതായത് 120 മുതൽ 150 മുതൽ അല്ലെങ്കിൽ 120-150 റേഞ്ച് ഒക്കെ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും പ്രഷർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ, ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ലോ പ്രഷർ ബ്ലോ പൈപ്പ്. ഇപ്പൊ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്, ഹൈ പ്രഷർ ഉണ്ട്, ലോ പ്രഷർ ഉണ്ട്. അപ്പൊ ലോ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഇപ്പം പ്രഷർ ലോ പ്രഷറിൽ ഇങ്ങനെ കയറി വരുന്ന ആ ഒരു ഗ്യാസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കേണ്ടതായിട്ടുണ്ട്? കുറച്ചുകൂടെ പ്രഷറൈസ്ഡ് ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലെ, എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് യൂസ് ചെയ്യണം? അവിടെ ഇഞ്ചക്ടേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ എന്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇഞ്ചക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ അസറ്റിലിൻ ജനറേറ്ററുകളുണ്ട്. അപ്പോൾ നമ്മൾ അസറ്റിലിൻ ജനറേറ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. ഈ പറയുന്ന അസറ്റിലിൻ ജനറേറ്റർ തന്നെ 2 തരത്തിലുണ്ട്. ലോ പ്രഷർ സിസ്റ്റവും ലോ പ്രഷർ ജനറേറ്ററും ഉണ്ട്, ഹൈ പ്രഷർ ജനറേറ്ററും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഇതിന്റെ യൂസേജ് ഒക്കെ ബേസിക്കലി. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ലോ പ്രഷർ സിസ്റ്റത്തിനകത്ത് നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ലോ പ്രഷർ ആയിരിക്കും. അപ്പൊ പുറത്തേക്ക് നമുക്ക് വേണ്ടുന്ന പ്രഷറിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇഞ്ചക്ടേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ എന്ത് ഇഞ്ചക്ടേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇഞ്ചക്ടർ ടൈപ്പ് ആണ് ലോ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയുന്നത്. അതായത് ലോ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയുന്നത് ലോ പ്രഷർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതാണ്. പൊതുവെ ലോ പ്രഷർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതാണ്. അവിടെ എന്തുണ്ടാവും? അവിടെ ഇഞ്ചക്ടറുകൾ ഉണ്ടാകും. സോ ബ്ലോ പൈപ്പ് ഹാസ് ആൻ ഇഞ്ചക്ടർ ഇൻസൈഡ് ഇറ്റ്സ് ബോഡി ത്രൂ വിച്ച് ദ ഹൈ പ്രഷർ ഓക്സിജൻ പാസസ്. ഇത്തരത്തിൽ ഈ പറയുന്ന ബ്ലോ പൈപ്പിന്റെ അകത്ത് ഒരു ഇഞ്ചക്ടർ ഉണ്ടാകും. ആ ഇഞ്ചക്ടറിനകത്ത് എന്താണ്?
നമുക്ക് ഹൈ പ്രഷർ ആയിട്ടുള്ള ഓക്സിജൻ ഇതിലൂടെ കടത്തിവിടും, നമ്മളുടെ സെന്റർ പോർഷനിലൂടെ കടത്തിവിടും. തൊട്ടു മുന്നേ കണ്ടതിനകത്ത് സെന്റർ പോർഷനിലൂടെ ഏതായിരുന്നു കടന്നു പോകുന്നത്? അവിടെ അസറ്റിലായിരുന്നു സെന്റർ പോർഷനിലൂടെ കടന്നു പോകുന്നത്, സൈഡിൽ കൂടിയായിരുന്നു ഓക്സിജൻ പോകുന്നത്. ഓർക്കുന്നുണ്ടോ? ഇവിടെ നോക്കി, യെസ്, സെന്റർ പോർഷനിലൂടെയാണ് അസറ്റിലിൻ കടന്നു പോകുന്നത്, സൈഡിൽ കൂടിയായിരുന്നു നമ്മുടെ ഓക്സിജനെ കടത്തി വിട്ടത്. കാര്യം അവിടെ അസറ്റിലിൻ അത്യാവശ്യം എന്താണ് പ്രഷറൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഇവിടെ എന്താണ്, ഇവിടെ അസറ്റിലിന് അത്രയും പ്രഷർ ഇല്ല, ലോ പ്രഷറാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പ്രഷർ ഉള്ള ഏതാ? ഈ ഓക്സിജനാണ്. ഈ ഓക്സിജനെ സെന്ററിൽ കൂടെ കടത്തി വിട്ടതിന് ശേഷം സൈഡിൽ കൂടിയാണ് നമ്മൾ അസറ്റിലിനെ കടത്തി വിടുന്നുണ്ടാവുക. സോ ബ്ലോ പൈപ്പ് ഹാസ് ആൻ ഇൻജക്ടർ ഇൻസൈഡ് ദ ബോഡി ത്രൂ വിച്ച് ഹൈ പ്രഷർ ഓക്സിജൻ പാസസ്. The oxygen draws the low pressure acetylene. അല്ലെ, ഇത്തരത്തിൽ ഈ ഓക്സിജൻ വന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഓക്സിജൻ വന്നിട്ട് കൂടെയുള്ള അസറ്റിനെയും കൂടെ വലിച്ചിങ്ങെടുക്കും, അല്ലെ, കൂടെയുള്ള അസറ്റിനെയും കൂടെ വലിച്ചിങ്ങെടുത്ത് എന്താണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പം ദിസ് ഓക്സിജൻ ഡ്രോസ് ദ ലോ പ്രഷർ അസറ്റിലിൻ ഫ്രം ദ അസറ്റിലിൻ ജനറേറ്റർ ഇൻടു മിക്സിംഗ് ചേംബർ. ഇത്തരത്തിൽ പുറത്തുനിന്നുള്ള ആ ലോ പ്രഷർ ആയിട്ട് വരുന്ന അസറ്റിനെയും കൂടെ വലിച്ചെടുത്തിട്ട് മിക്സിംഗ് ചേംബറിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന ഇൻജക്ടർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇൻജക്ടർ അവിടെ ഈ പറയുന്ന ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രഷറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻജക്ടർ നമ്മൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പം വോയിസ് ഓക്കെ ആണോ? എല്ലാവർക്കും ഈ പ്രശ്നമുണ്ടോ അതോ എങ്ങനെയാണ്? അപ്പൊ ഇവിടെ നോക്കി, രണ്ട് സൈഡിൽ ഇവിടെ നിന്ന് അസറ്റിൽ വരുന്നുണ്ട്, സെൻട്രൽ എന്താണ് ഓക്സിജൻ ഉണ്ട്, അല്ലെ. അപ്പൊ ഹൈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ കടന്നു വരുന്നുണ്ട്. ഈ ഹൈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ എന്താണ്, പ്രഷർ കുറവായിട്ടുള്ള അല്ലെങ്കിൽ ലോ പ്രഷർ ആയിട്ടുള്ള അസറ്റിനെ എന്ത് ചെയ്യും? വലിച്ചിങ്ങെടുക്കും, അല്ലെ. വലിച്ചിങ്ങെടുത്തിട്ട് നമ്മൾ മിക്സിംഗ് ചേമ്പറിൽ കൊണ്ടുപോയിട്ട് പുറത്തേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. സോ ദ ഓക്സിജൻ ഡ്രോസ് ദ ലോ പ്രഷർ അസറ്റിലിൻ ഫ്രം ദ അസറ്റിലിൻ ജനറേറ്റർ ഇൻടു മിക്സിംഗ് ചേമ്പർ, അല്ലെ. ഇത്തരത്തിൽ അസറ്റിലിൻ ജനറേറ്ററിൽ നിന്നും വരുന്ന ലോ പ്രഷറൈസ് ആയിട്ടുള്ള ലോ പ്രഷറിലുള്ള അസറ്റിലിനെ എന്താണ് പുറത്തേക്ക് വലിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓക്സിജൻ വളരെ ഹൈ പ്രഷറിൽ വരുന്ന ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ടാവും? ഡ്രോ ചെയ്തെടുക്കുന്നുണ്ടാവും, അല്ലെ, വലിച്ചിങ്ങെടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻജക്ടർ ഉണ്ട്. ആ ഒരു ഇൻജക്ടർ ടൈപ്പ് ടോർച്ചിന്റെ പ്രത്യേകതയാണ് നമ്മൾ അവിടെ കാണുന്നത്, അല്ലെ. ഇത്തരത്തിലുള്ള ഇൻജക്ടർ ടൈപ്പ് ഇൻജക്ടർ ആണ്, ഈ പറയുന്ന ഇൻജക്ടർ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ഇതാണ് ഇൻജക്ടർ ടൈപ്പ് ടോർച്ചിന്റെ പ്രത്യേകത. അത്തരത്തിലുള്ള ഇൻജക്ടർ ടൈപ്പ് ടോർച്ചിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രിവെന്റ്സ് ബാക്ക് ഫയർ. ഇത്തരത്തിൽ ബാക്ക് ഫയർ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി നമ്മളത് ആ ഒരു എന്താണ് ടേം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അന്നേരം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാം, എന്താണ് ഈ ബാക്ക് ഫയർ. അപ്പോൾ നമ്മൾ അന്നേരം ഇൻജക്ടർ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്താൽ മതി ബാക്ക് ഫയർ ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ബാക്ക് ഫയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ ഇത്തരത്തിലുള്ള ഇൻജക്ടർ ടൈപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറയുന്ന ലോ പ്രഷർ ബ്ലോ പൈപ്പ്, അതായത് ഇൻജക്ടറോട് കൂടിയിട്ടുള്ള ബ്ലോ പൈപ്പിന്റെ എക്സ്പെൻസ് അല്പം കൂടുതലായിരിക്കും കമ്പയർഡ് ടു ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്. കാര്യം ഇവിടെ എന്താണ് ഒരു ഇൻജക്ടർ ഒക്കെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. ഇൻജക്ടർ ഒക്കെ അഡീഷണൽ വരുന്നത് കൊണ്ട് തന്നെ അല്പം വില കൂടുതലാണ്, എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു പോയിന്റ്, യൂസ്ഡ് ഫോർ ഹൈ പ്രഷർ സിസ്റ്റം ഓൾസോ. അതായത് ഈ ലോ പ്രഷർ ബ്ലോ പൈപ്പ് നമുക്ക് എവിടെയും യൂസ് ചെയ്യാം, ഹൈ പ്രഷറിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ കുറച്ച് കാശ് കൊടുത്ത് വാങ്ങിച്ചാലും നമുക്ക് എന്താണ് ലോ പ്രഷറിലും ഹൈ പ്രഷറിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ഹൈ പ്രഷർ ബ്ലോ പൈപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വില കൂടുതലാണ്, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണ് ലോ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രിവെന്റ് ബാക്ക് ഫയറിംഗ് എന്താണെന്നുള്ള ഒരു സംശയം വരാം. ചിലപ്പോൾ എന്താണ് ഈ ബാക്ക് ഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് നമുക്ക് വരുന്ന സെഷനിൽ അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അന്നേരവും നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഇത്തരത്തിൽ ഈ പറയുന്ന ബാക്ക് ഫയറിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ പ്രഷർ ബ്ലോ പൈപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഇൻജക്ടേഴ്സ്, ആ ഇൻജക്ടേഴ്സിന്റെ സഹായത്തോടു കൂടി ബാക്ക് ഫയറിംഗ് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, തൽക്കാലം നമ്മളിപ്പോൾ അങ്ങനെ പഠിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ബ്ലോ പൈപ്പുകളാണ് നമ്മൾ കണ്ടത്. ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ഉണ്ട്, ലോ പ്രഷർ ബ്ലോ പൈപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കേ, ഇവിടെ ലോ പ്രഷർ ബ്ലോ പൈപ്പിന്റെ ചിത്രത്തിലേക്ക് വന്നപ്പോൾ പ്രത്യേകത എന്താ? നമ്മൾ അവിടെ ഒരു മിക്സിംഗ് ചേമ്പർ കണ്ടു. ഇവിടെ എന്താണ്? ഇവിടെ ഇൻജക്ടർ കാണുന്നുണ്ട്, അല്ലെ. ഇവിടെ ഒരു ഇൻജക്ടർ കാണുന്നുണ്ട്. ഓക്കെ, ഇൻജക്ടർ തൊട്ട് മുന്നത്തെ ഡയഗ്രത്തിനകത്ത് നമ്മൾ ഇൻജക്ടർ കണ്ടിരുന്നു. അത് നോൺ ഇൻജക്ടർ ടൈപ്പ് ആയിരുന്നു ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ലോ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയുമ്പോൾ പ്രഷർ കുറവാണ്, അതുകൊണ്ട് ഒരു ഇൻജക്ടറിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? വലിച്ചെടുക്കുന്നുണ്ടാവും, അല്ലെ. അസറ്റിന്റെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഹൈ പ്രഷർ ഓക്സിജൻ വന്നിട്ട്, ഓക്കെ, ഓക്സിജൻ എവിടെയായിരുന്നു? സെന്ററിലായിരുന്നു, അല്ലെ. ഓക്സിജൻ സെന്ററിലായിരുന്നു. അപ്പൊ നമ്മുടെ ഓക്സിജൻ എന്ത്? ഇവിടെയാണ് ഓക്സിജൻ. ആ ഓക്സിജന്റെ കണക്ഷൻ ഇങ്ങനെ വന്നിട്ട് ഓക്സിജൻ റെഗുലേറ്റർ ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി റെഗുലേറ്റർ അല്ലെങ്കിൽ വാൽവ്. ആ വാൽവിൽ നിന്ന് വരുന്ന സാധനം ഓക്സിജൻ ഇങ്ങോട്ട് വന്നിട്ട് സെന്ററിൽ വന്നു, അല്ലെ. സെന്ററിൽ. അപ്പൊ സെന്ററിൽ ഓക്സിജൻ ആണ്, സൈഡിൽ ആരാ? സൈഡിൽ നമ്മുടെ അസറ്റിൽ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള വളരെ എന്താണ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. കാര്യം നമുക്കറിയാം ഇത്തരത്തിൽ അവിടെ ഓക്സിജൻ ഉണ്ട്, അസറ്റിന്. പക്ഷേ ഓക്സിജൻ സെന്ററിലായിരുന്നോ അല്ലെങ്കിൽ അസറ്റിലാണോ സെന്റർ? അതൊക്കെയാണ് പ്രശ്നമായിട്ട് വരുന്നുണ്ടാവുക എക്സാം ഹോളിൽ.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കണം. കാര്യം നമ്മൾ വെൽഡർ എന്ന് പറയുന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് എല്ലാ മേഖലയിലും നമുക്ക് അതിന്റെ അറിവ് നമുക്ക് വേണം. അതാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത് അല്ലെ. ആ എക്സാമിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, കൃത്യമായിട്ടുള്ള അറിവുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്കൊരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ ഫൈൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, അവിടെ സെന്ററിൽ ഓക്സിജൻ ആയിരിക്കും വരുന്നുണ്ടാവുക, 2 സൈഡുകളിലായിട്ടായിരിക്കും അസറ്റിലിന്റെ കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇഞ്ചക്ടർ ടൈപ്പിനകത്ത്. എന്നാൽ നോൺ ഇഞ്ചക്ടർ ടൈപ്പിനകത്ത് സെന്ററിൽ അസറ്റിനായിരിക്കും 2 ഭാഗത്തു നിന്നായിരിക്കും അവിടെ ഓക്സിജൻ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത്, ബ്ലോ പൈപ്പിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഓക്സി അസറ്റിലിൻ ഫ്ലെയിമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഓക്സി അസറ്റിലിൻ ഫ്ലെയിമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ സെഷൻ കുറച്ച് സമയമായിട്ടില്ലേ, നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കിയാൽ പോരെ? എന്താണ് വേണ്ടുന്നത്? മതിയാവോ? എങ്ങനെയാണ്? നിങ്ങൾക്ക് ബോറടിക്കരുത്. അതായത് നമുക്ക് ഏകദേശം സമയം, നമ്മൾ 7:15 ആയപ്പോ തുടങ്ങിയില്ലേ നമ്മള്? ബോറടി. അതാ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് വേണം അല്ലെ. നമ്മൾ ഇത്രയും മതി, നമുക്ക് കാര്യം കുറച്ച് പഠിച്ചു പോയാൽ മതി. നമുക്ക് സമയമുണ്ട്. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. ഓക്കെ, നമുക്ക് ഇന്ന് ഇത് ഇത്രയും പോർഷൻ കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ബ്ലോ പൈപ്പ്, ടൈപ്സ് ഓഫ് ബ്ലോ പൈപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക്കലി വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടേമുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള മാനുഫാക്ചറിങ് മെത്തേഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു പെർമനന്റ് ജോയിനിങ് മെത്തേഡാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്, സംശയമൊന്നും വേണ്ട. അപ്പോൾ വെൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ ക്ലാസിഫിക്കേഷന്റെ ഒരു ബേസിക് ഐഡിയ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചിലപ്പോൾ ജയകൃഷ്ണൻ സാർ എടുത്തോ എന്നുള്ളത് അറിയത്തില്ല. ബേസിക് ആയിട്ട് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ജയകൃഷ്ണൻ സാർ എടുത്തിരുന്നോ? ഇത്തരത്തിൽ ആ ഒരു ടൂൾസ് തുടങ്ങിയ സാർ എടുത്തിരുന്നോ? ക്ലാസിഫിക്കേഷൻ എടുത്തിരുന്നോ? ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ഞാനത് എടുത്തു എന്നുള്ള കരുതിക്കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. അതായത് ജനറലൈസ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, എന്താണ് വെൽഡിങ്ങിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അതിനകത്താണ് നമ്മൾ ഈ ഗ്യാസ് വെൽഡിങ് പഠിക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ തുടങ്ങിയത് 3ാമത്തെ മൊഡ്യൂളിൽ നിന്നായതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അങ്ങനൊരു പോർഷനിലേക്ക് ഞാൻ പോകാതെ വരുന്നത്. നമുക്ക് അതുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് എന്താണ് വെൽഡിങ്ങിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായി. എന്താണ് ഒരു പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണ്. അത് ഈ പറയുന്ന സിമിലർ അല്ലെങ്കിൽ ഡിസിമിലർ മെറ്റൽ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ ഫ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, അത് ഫ്യൂഷൻ പ്രോസസ് ആണ്. അത് ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അതിപ്പോ ആ ഒരു പേരന്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണോ ജോയിൻ ചെയ്യേണ്ട മെറ്റൽ, ആ മെറ്റലിനെ വിളിക്കുന്ന പേരാണ് പേരന്റ് മെറ്റൽ എന്ന് പറയുന്നുണ്ടാവുക. ആ പേരന്റ് മെറ്റൽ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പേരന്റ് മെറ്റൽ തന്നെ എന്താണ് ഫ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ എന്താണ് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതല്ല, പേരന്റ് മെറ്റൽ ഫ്യൂസ് ചെയ്യാതെ നമുക്ക് അഡീഷണൽ ഫില്ലർ റോഡ് നമ്മൾ എന്താണ് ഫ്യൂസ് ചെയ്ത് ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വെൽഡ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ എന്താണ് നമ്മൾ ആ ഒരു ഫ്യൂഷൻ എന്തായാലും അവിടെ ഉണ്ട് അല്ലെ, അത്തരത്തിൽ മോട്ടൺ സ്റ്റേറ്റ് അവിടെ എന്തായാലും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫ്യൂഷൻ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, അതിന്റെ ക്ലാസിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു ചെറിയൊരു സെഷനിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തരാം. വെൽഡിംഗ്, ടൈപ്സ് ഓഫ് വെൽഡിങ്ങിന്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് തന്നെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടതായിരുന്നു ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഗ്യാസ് വെൽഡിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 3-4 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, സംശയമൊന്നും വേണ്ട. ഇന്നത്തെ സെഷനിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രഷർ എത്രയാണ്, അതിന്റെ കളർ എത്രയാണ്, അവിടെ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏത് ടൈപ്പാണ്, ഓക്കെ, അവിടെ നമ്മൾ ഹോസ് യൂസ് ചെയ്യുന്നു, അവിടെ യൂണിയൻ യൂസ് ചെയ്യുന്നു. അവിടെ ആ ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിയനാണ്. ആ യൂണിയൻ എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ യൂണിയൻ അല്ലെ, പൈപ്പ് പ്രത്യേകത എന്താണ്, അവിടെ ഏത് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അസറ്റിലിൻ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ, അസറ്റിലിൻ കണക്ട് ചെയ്യുന്ന യൂണിയൻ ആണെങ്കിൽ അത് ഏത് ത്രെഡ് ആയിരിക്കും. അപ്പം ഓക്സിജൻ എന്ന് പറയുമ്പോൾ എപ്പോഴും റൈറ്റ് ഹാൻഡ് ആയിരിക്കും, അസറ്റിലിൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. അപ്പൊ അത് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം നമ്മൾ ബ്ലോ പൈപ്പ് നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ പഠിച്ചല്ലേ. നമ്മൾ ഏകദേശം ആ പാർട്ടുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. സിലിണ്ടർ എന്താന്ന് പഠിച്ചു, സിലിണ്ടറിന്റെ ക്ലാസിഫിക്കേഷൻ, സിലിണ്ടറിന്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു, റെഗുലേറ്റർ എന്താന്ന് പഠിച്ചു, അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് പഠിച്ചു, അതിൽ നിന്ന് വരുന്ന യൂണിയൻ, അതിൽ നിന്ന് വരുന്ന ഹോസിന്റെ മറ്റൊരു എൻഡ് കണക്ട് ചെയ്യുന്ന ബ്ലോ പൈപ്പ് ആണ്. ഏതൊക്കെ ടൈപ്പ് ബ്ലോ പൈപ്പ് ഉണ്ട്, ഹൈ പ്രഷർ പൈപ്പ്, ലോ പ്രഷർ ബ്ലോ പൈപ്പ്. ആ ബ്ലോ പൈപ്പിന്റെ എൻഡിലായിട്ട് നമ്മൾ നോസില്, ആ നോസിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പാണ്, നോസിലെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്, നോസിൽ എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, സെലക്ഷൻ ഓഫ് നോസിൽ എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ചാർട്ട് എന്ന് പറയുന്നത്.
സെലക്ഷൻ ഓഫ് നോസിൽ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് അല്ലെ, നമ്മൾ വെൽഡ് ചെയ്യുന്ന പ്ലേറ്റിന്റെ തിക്നെസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സെലക്ഷൻ ഓഫ് നോസിൽ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ നോസിൽ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആളാണ് നമ്മളുടെ ഫ്ലെയിം അല്ലെ. ഈ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങേണ്ടത് ഏതൊക്കെ ടൈപ്പ് ഫ്ലെയിം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് സെഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ടൈപ്സ് ഓഫ് ഫ്ലെയിമിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ഫൈൻ. സോ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി, നമസ്കാരം.